ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ടെല ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച് നല്ല സെറ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ പി ബ്ലോക്കിന്റെ എല്ലാ കാര്യങ്ങളും വൺ ഷോട്ടായിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള രീതിയിൽ എല്ലാ കണ്ടന്റുകളും പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒരൊറ്റ ലെക്ചറിൽ പി ബ്ലോക്ക് എന്ന ചാപ്റ്റർ, ദാറ്റ് മീൻസ് 13 മുതൽ 18 വരെയുള്ള ഈ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകളുടെയും അവരുടെ ഗ്രൂപ്പിലെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതായിരിക്കും. സോ വൺ ഷോട്ട് സീരീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ പഠനത്തെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും കണ്ടന്റുകളെല്ലാം വൺ ഷോട്ട് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന രീതി, ആ ഒരു പഠനത്തെ കുറച്ചും കൂടി ഒരു എഫേർട്ട് ഇട്ട് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാവരും നിങ്ങളുടെ 100% എഫേർട്ട് ഇടുന്നുണ്ടെന്ന് അറിയാം. അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, ഇനി ആരെങ്കിലും പഠിക്കാതെ ഉണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ എല്ലാ കണ്ടന്റും പോയി നോക്കാനുള്ളൊരു പ്രചോദനം, അത്തരത്തിൽ നമുക്ക് ഈ വീഡിയോ എടുക്കാം. ഓക്കെ, സോ നമുക്ക് കയറാം നമ്മുടെ ചാപ്റ്റർ പി ബ്ലോക്ക് എലമെന്റ്സ്. സോ നമുക്കറിയാം, നമ്മുടെ +1 കെമിസ്ട്രിയിൽ നിന്നും +2 കെമിസ്ട്രിയിൽ നിന്നും ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് പി ബ്ലോക്ക് എന്ന് പറയുന്നത്. സേ +1 നമ്മൾ 13th ഗ്രൂപ്പും 14th ഗ്രൂപ്പും പഠിക്കും. റെസ്റ്റ് ഓഫ് ഗ്രൂപ്പ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ +2 കെമിസ്ട്രിയിലാണ്. സോ രണ്ടിൽ നിന്നും ആ ചാപ്റ്റർ ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് നമുക്ക് നീറ്റിന് ആവശ്യമുണ്ട്. സോ നീറ്റിന് NTA പറയുന്ന സിലബസ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ 2024 അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് നീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, അത് നമുക്ക് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. നോക്കിക്കേ, സോ പി ബ്ലോക്ക് എലമെന്റ്സിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ജനറൽ ഇൻട്രഡക്ഷൻ. ചാപ്റ്ററിനെ പറ്റിയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ്, എന്തൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കണം, ഒരു ജനറൽ ഇൻട്രഡക്ഷൻ, എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയറാൻ പോകുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലോട്ടാണ്. എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നിങ്ങൾക്ക് അറിയാം, അതെങ്ങനെ ഈസി ആയിട്ട്, നമുക്ക് നീറ്റ് വേർഷൻ, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ആ അറിവിനെ എളുപ്പം ഒരു ക്വസ്റ്റ്യനിൽ വരുമ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഓർത്തെടുക്കാം? അതെ, നമ്മളിപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് മാത്രമല്ലല്ലോ നീറ്റിന് വേണ്ടിയിട്ട് പഠിക്കുന്നത്, കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു, അതാണ് നമ്മുടെ ലക്ഷ്യം. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിനുശേഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പിലും പീരീഡിലുമുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രെൻഡ്സ്. അതിൽ ആദ്യം നമ്മൾ ഫിസിക്കൽ ട്രെൻഡുകളെ പറ്റിയിട്ട് പഠിക്കും. ഫിസിക്കൽ ട്രെൻഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പീരീഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എല്ലാം നമ്മൾ പഠിച്ച് സെറ്റാക്കും. നമുക്ക് കോഡുകളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. സോ ആദ്യം നമ്മൾ ഫിസിക്കൽ ട്രെൻഡ് പഠിക്കും. അതിനുശേഷം നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കും. അതായത് ഡൗൺ ദ ഗ്രൂപ്പും ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡും നമ്മൾ ആ ട്രെൻഡ് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പഠിക്കും. അതും പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് യുണീക് ബിഹേവിയർ ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. നമുക്കറിയാം, ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് എലമെന്റിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതൊക്കെയാണ്, അല്ലേ? ഓക്കെ, അപ്പൊ അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ പി ബ്ലോക്ക് എന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയ കണ്ടന്റ് മാത്രമേ പി ബ്ലോക്കിൽ ഇപ്പൊ NTA പറയുന്നുള്ളൂ. ഫസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ, പിന്നെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദെൻ അവർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രെൻഡുകൾ എങ്ങനെയാണ്, ലാസ്റ്റ് ഫസ്റ്റ് എലമെന്റിനുള്ള യൂണിക് പ്രോപ്പർട്ടി, അതിനുള്ള റീസൺസ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പി ബ്ലോക്ക് എലമെന്റ്സിൽ NTA പറഞ്ഞിരിക്കുന്ന സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഡെപ്തറായിട്ട് തന്നെ വൺ ഷോർട്ട് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താണ്. റെഡിയല്ലേ പഠിക്കാൻ? ഓക്കെ, റെഡിയാണ്. സോ വി ആർ എൻറ്ററിംഗ് ടു ദ ചാപ്റ്റർ പി ബ്ലോക്ക് എലമെന്റ്സ്. സോ പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ടീച്ചർ ഓൾറെഡി വൺ ഷോട്ട് സെഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ ദെയർ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തു തന്നേ മക്കളെ. അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് തരികയാണ്. അവിടെ നമ്മൾ പഠിച്ച നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിൻ്റെ ഒരു റൂള് പറഞ്ഞു തന്നില്ലേ, അത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, ഇതിൻ്റെ എല്ലാം സ്ക്രീനിങ് എഫക്റ്റ് എന്താ, അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് എന്താണ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലും ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഒട്ടും തന്നെ സമയം ലാഗ് അടിച്ച് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങോട്ട് കയറാം? നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ റെഡി അല്ലേ? സോ വി ആർ മൂവിങ് ടു അവർ ഫസ്റ്റ് സെഷൻ. നമ്മുടെ ആദ്യത്തെ സെഷനിലേക്ക് പോവാണ്. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് എന്താണ്?
ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ്. സോ നമുക്ക് ജനറൽ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 13 to 18 ഗ്രൂപ്പ് വരെ ഉള്ളവരെയാണ് നമ്മൾ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അവരെ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്? യെസ്, ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ടു ദ പി സബ്ഷെൽ. അവരുടെ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ആകുന്നത് പി സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്, നമ്മൾ അവരെ പി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ദാ ഈ ഗ്രൂപ്പ് അല്ലേ, 13ാമത്തെ ഗ്രൂപ്പ് നമ്മൾ എന്ത് വിളിക്കും? ബോറോൺ ഫാമിലി. അതിന്റെ ഫസ്റ്റ് മെമ്പർ ആണ് ആര്? ബോറോൺ. സോ ബോറോൺ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? യെസ്, ആരൊക്കെയാണ് എലമെന്റുകളുടെ പേര്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം വരുന്ന നമ്മുടെ ബോറോൺ ഫാമിലി. ഏതൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. മക്കളെ, ഇത് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അത് നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ബാക്കി എലമെന്റുകളെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഗ്രൂപ്പിലുള്ളവരെ എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് പറ്റും. എവിടെയാണ് അതിന്റെ പൊസിഷൻ, ആർക്ക് മുന്നെയാണ് ആര് വരുന്നത് എന്നൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, എല്ലാം പഠിച്ചതാണ്. ഒന്നല്ലോ ഓർത്ത് വയ്ക്കുക, നിങ്ങൾ ടീച്ചർ ഒരു കോഡിൽ നിങ്ങളെ പഠിപ്പിക്കാം. ടീച്ചറിന്റെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഡാണ്, ടീച്ചർ പഠിച്ചു വെച്ച കോഡാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കുന്ന എന്തെങ്കിലും കോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ടീച്ചർ മാറ്റുന്നത് ഫോളോ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന രീതിയിൽ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ 13th ഗ്രൂപ്പ് നമുക്ക് ഓർത്ത് വെക്കാം. ബോറോൺ, അലൂമിനിയം ഗ്യാസുകൾ ഇന്ത്യ തള്ളി എന്നുള്ള രീതിയിൽ ആ 13th ഗ്രൂപ്പിൽ വരുന്ന ആളുകളെ നമുക്ക് പഠിച്ചു വെക്കാം. ഒരു കോഡാണ്. ഓക്കെ, ബോറോൺ, അലൂമിനിയം ഗ്യാസുകൾ ഇന്ത്യ തള്ളി. സോ അത് കിട്ടി. ഇനി നമ്മുടെ 14ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അവരുടെ കുടുംബ പേരാണ് കാർബൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ കാർബൺ ഫാമിലി. ഇനി കാർബൺ ഫാമിലിയിൽ ആരൊക്കെ വരും? നോക്കിക്കേ, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. നോക്കിക്കേ, കെമിസ്ട്രി സർ ഗീവ്സ് സ്ട്രോങ് പ്രോബ്ലംസ്. ഓക്കെ, കെമിസ്ട്രി സർ ഗീവ്സ് സ്ട്രോങ് പ്രോബ്ലംസ്. ഈ കോഡ് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ വേറെ ഏതെങ്കിലും കോഡുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. സെറ്റാണേ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ 13 മുതൽ 18 ഗ്രൂപ്പിൽ വരെയുള്ള ആളുകൾ ആരാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയാൽ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സെറ്റാണ്. സോ നമ്മൾ മൂവ് ചെയ്യുന്നു 15ാമത്തെ ഗ്രൂപ്പ്. നമ്മൾ 15ാമത്തെ ഗ്രൂപ്പിലെ ആളുടെ പേരാണ്, ഗ്രൂപ്പിന്റെ പേരാണ്, അവരുടെ കുടുംബ പേരാണ് നൈട്രജൻ ഫാമിലി. ആരാണ്? നൈട്രജൻ ഫാമിലി. ഇനി നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിക്ടോജൻസ് എന്നും വിളിക്കാറുണ്ട്. നൈട്രജൻ ഫാമിലി ഓർ നിക്ടോജൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആരൊക്കെയാണ് ഇവർ വരുന്നത്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. നൈട്രജൻ, ഫോസ്ഫറസ്, ആന്റിമണി, ആർസനിക്, ബിസ്മത്ത്. ഇത് നമ്മൾ എങ്ങനെ പഠിക്കും? അത് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? നോക്കിക്കേ, നീന പാട്ടിയും ഐശ്വര്യ ആൻറ്റിക്കും ബിസ്ക്കറ്റ് വാങ്ങിച്ചു. നീന പാട്ടിയും ഐശ്വര്യ ആൻറ്റിയും ബിസ്ക്കറ്റ് വാങ്ങിച്ചു എന്നുള്ളത് ആ ഒരു കോഡ് നിങ്ങൾ വെച്ചത്. നോക്കിക്കേ, ഏതൊക്കെയാണ്? നീന പാട്ടിയും ഐശ്വര്യ ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിമണി എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ആൻറ്റിമണിയും ആൻറ്റിയും ബിസ്മത്ത് ബിസ്ക്കറ്റ് വാങ്ങിച്ചു എന്നുള്ള കോഡിൽ നിങ്ങൾക്ക് പഠിക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി ആൻഡ് ബിസ്മത്ത് 15ാമത്തെ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരാണ്. അടുത്ത നമ്മൾ പോകുന്നത് നമ്മുടെ 16ാമത്തെ ഗ്രൂപ്പ്. 16ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിജൻ ഫാമിലി. അല്ലെങ്കിൽ ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചാക്കോജൻസ്. ഓക്കെ, ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ 16th ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാക്കോജൻസ്. ആരൊക്കെയാണ് ചാക്കോജൻസ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. ഓക്കെ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. സെറ്റാണ്. ഇനി 17th ഗ്രൂപ്പ് നമുക്കറിയാവുന്ന ആൾക്കാർ ആരാണ്? നമ്മുടെ ഹാലജൻസ്. ആരാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. സെറ്റാണ്. ഇനി 18ാമത്തെ ഗ്രൂപ്പിൽ ആരാ? നമ്മുടെ ഹീലിയം ഉണ്ട് അല്ലെ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ ആൻഡ് റെഡോൺ. ഇതാണ് 18ാമത്തെ ഗ്രൂപ്പ്. നമ്മുടെ നോബിൾ ഗ്യാസസ് ആണ് അല്ലേ? ആണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ ആൻഡ് റെഡോൺ. സെറ്റാണ്. അപ്പൊ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ നമ്മൾ പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഈ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പേര് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിനെ പറ്റിയിട്ടൊരു ഐഡിയ, ആ പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്ക് ഈ ചാപ്റ്ററിലുടനീളം നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഓരോ അംഗങ്ങളെയും കൃത്യമായിട്ട് മക്കളെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓർമ്മ വന്നല്ലോ.
സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ജനറൽ ഇൻട്രഡക്ഷൻ, ഇതും ജനറൽ ഇൻട്രഡക്ഷനിൽ വരുന്നതാണ്. അതായത് ആ പി ബ്ലോക്ക് എന്ന ഭാഗം 13 മുതൽ 18 വരെയുള്ള ഭാഗം നിങ്ങളുടെ മനസ്സിലായി കയറി കഴിയും. ഓക്കെ അല്ലേ? ഇപ്പം ആ എലമെന്റുകൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, 13ാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ബോറോൺ ഫാമിലി. യെസ്, ബോറോൺ ഫാമിലി എന്ന് പറയുമ്പോൾ ബോറോൺ, അലൂമിനിയം, ഇൻഡിയം, ഗാലിയം, താലിയം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. സെറ്റാണേ? ഓക്കെ ആണേ? 14 എന്ന് പറയുമ്പോഴേ ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പേര്. 16 വന്നു, 17 വന്നു. സെറ്റാണേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ. സോ വി ആർ മൂവിങ് ടു ദ ഇൻട്രഡക്ഷൻ സെക്ഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോക്കിക്കേ, ദ പി ബ്ലോക്ക് ഓഫ് പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 6 groups of elements in which last electron enters to the p subshell. സോ പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 6 ഗ്രൂപ്പുകളുണ്ട്. 13 മുതൽ 18 വരെയുള്ള 6 ഗ്രൂപ്പുകളാണ് പി ബ്ലോക്കിൽ വരുന്നത്. അതിന്റെ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലിലോട്ടാണ്. സോ നമ്മൾ അവരെ എന്ത് വിളിക്കുന്നു? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ദെൻ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ഈസ് NS2 NP6. എന്താണ്? വാലൻസ് ഷെൽ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് NS2 NP126 ആണ് അല്ലെ? സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ്. സോ അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, ഇപ്പൊ പി ബ്ലോക്ക് എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ പറ്റിയിട്ട് നമ്മൾ പറയാം. അവരുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സേ ഇപ്പോൾ നമ്മൾ പി ബ്ലോക്കിലുള്ള ഒരു എലമെന്റിനെ എടുക്കുന്നു. ഓക്കെ, പി ബ്ലോക്കിലുള്ള ബോറോണിന്റെ കേസ് നമ്മൾ എടുക്കുകയാണ്. ബോറോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയാണ് ബോറോണിന്റെ കേസ് എന്താണ്, അല്ലെങ്കിൽ സോട്ടെ അലൂമിനിയത്തിന്റെ കേസ് 13 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരാൾക്കാരുടെ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ബോറോണിന്റെ എഴുതുമ്പോൾ എന്താണ്? 1s2 2s2 2p1 അല്ലേ? അലൂമിനിയം വരുമ്പോൾ 1s2 2s2 2p6 3s2 3p1 വരും അല്ലേ? അവിടെ നോക്കുമ്പോൾ നോക്കിക്കേ, പിയിൽ ഒരു ഇലക്ട്രോൺ ആണ്. സോ അവരുടെ ഇലക്ട്രോണിക് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1 വേണമെങ്കിൽ പോവാം. അപ്പോൾ +1 വരാം, പിന്നെന്തും വരാം, +3 വരാം, +1 വരാം, +3 വരാം. അപ്പോൾ +3 വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതില് എസിലെയും പിയിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടിയത്. അതാണ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. ദ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ആ വാലൻസ് ഇലക്ട്രോണിന്റെ ടോട്ടൽ നമ്പർ നമ്മൾ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് പറയാൻ പറ്റും. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 2 electrons less than the group oxidation state is progressively more stable for the heavier elements in each group. This is inert pair effect. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് വിശദീകരിച്ച് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആ ക്ലിയർ ആവാഞ്ഞത് ഒന്നും കൂടെ വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചിരിക്കുക. എന്താണ്? an oxidation state of 2 electrons less than the group oxidation state is progressively more stable for the heavier elements in each group. This is known as inert pair effect. So എന്താണ് ഈ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാനുണ്ട് ആണേ. അപ്പോൾ നമുക്കത് വിശദമായിട്ട് എന്താണ് ഈ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മളതിലേക്ക് പോവാണ്. ഓക്കെ, നോക്കിക്കേ, നമുക്ക് ഈ പി ബ്ലോക്കിലുള്ള നമുക്ക് ഓരോ എലമെന്റ്സിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ ബോറോൺ തൊട്ട് ഞാനത് എഴുതുവാണ്. 13ാമത്തെ ഗ്രൂപ്പിനാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം അല്ലേ? ബോറോൺ, അലൂമിനിയം ഗ്യാസുകൾ ഇന്ത്യ തള്ളി എന്നുള്ള കോഡ് വെച്ച് നമ്മൾ പറഞ്ഞതാണ്. സോ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. സോ ബോറോൺ എന്ന് പറയുമ്പോൾ അത് ഏതിൽ വരുന്നതാണ്? അവരുടെ ഇലക്ട്രോണിക് ഫസ്റ്റ് പീരീഡ് n is equal to 1 അല്ല, n is equal to 2. n is equal to 1 ആരാണ്? നമ്മുടെ ഹീലിയം മാത്രമല്ല ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതും കൂടെ എഴുതാണ്. നമ്മുടെ ഇനേർട്ട് ഗ്യാസുകളെ കൂടി എഴുതാണ് സൈഡിലോട്ടെ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. ഓക്കെ, അവരും കൂടെ എഴുതിക്കട്ടെ. സോ n is equal to 1 വരുന്നതാണ് ആര്? നമ്മുടെ ഹീലിയം എന്ന് പറയുന്നത്. n is equal to 2 ആര്? നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബോറോൺ. ഇനി n is equal to 3 ആണ് അലൂമിനിയം, n is equal to 4 ആണ് ഗാലിയം, n is equal to 5 ആണ് ഇൻഡിയം, n is equal to 6 ആണ് ആര്? നമ്മുടെ താലിയം എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്കറിയാം. ഇനി ഹീലിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ഹീലിയത്തിൽ 2 ആണ്. ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമ്മൾ എഴുതാണ് 2. നിയോൺ വരുമ്പോൾ എത്രയാണ്? 10. ഇത് വരുമ്പോൾ എത്രയാണ്? 18. അടുത്ത 36. അടുത്ത ഇത് 54ാമത്തെയാണ്. ഇത് 86ാമത്തെയാണ്. ഇതിലൊക്കെ നമ്മൾ എണ്ണി എഴുതുന്നതാണ്. ഇതൊക്കെ ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എഴുതുന്നു. ഇനി നമുക്ക് എങ്ങനെ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഈസി ആയിട്ട് എഴുതാമെന്ന് നോക്കാം. സോ നമുക്കറിയാം n is equal to 2 വന്നിരിക്കുന്ന ആളാണ് ആര്? നമ്മുടെ ബോറോൺ എന്ന് പറയുന്ന നമ്മുടെ എലമെന്റ്. സോ ഈ ബോറോണിൽ നമുക്ക് ഇനി ഒരു കാര്യം കൂടെ നോക്കിക്കേ. n is equal to 1 എന്ന് പറയുമ്പോൾ അവിടെ സബ്ഷെല്ല് ആര് മാത്രമേ ഉള്ളൂ? അവിടെ സബ്ഷെല്ല് S മാത്രമല്ലേ ഉള്ളൂ. അവിടെ സബ്ഷെല്ല് S മാത്രമേ ഉള്ളൂ.
ഇനി n ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? എസും പിയും വരുന്നുണ്ട് അല്ലേ? എസും വരുന്നുണ്ട്, പിയും വരുന്നുണ്ട്. ഇനി n ഈസ് ഈക്വൽ ടു 3യിലും ആര് വരുന്നുണ്ട്? എസും വരുന്നുണ്ട്, പിയും വരുന്നുണ്ട്, എസും പിയും വരുന്നുണ്ട്. നെക്സ്റ്റ് ഗാലിയത്തിന്റെ കേസിൽ നോക്കിക്കേ, അവിടെ n ഈസ് ഈക്വൽ ടു 4 എന്ന് വരുമ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? എസും പിയും ഡിയും വരുന്നുണ്ട് അല്ലേ? എസ് പിയും ഡിയും വരുന്നുണ്ട്. അടുത്ത n ഈസ് ഈക്വൽ ടു 5ലും എന്ത് തന്നെയാ? എസും പിയും ഡിയും വരുന്നുണ്ട്. അടുത്ത n ഈസ് ഈക്വൽ ടു 6ലാണെങ്കിൽ എസ് എഫ് പിന്നെ ഡി പി. ഇനി നോക്കിക്കേ, എസ് പി ഡി ആണോ എസ് ഡിയും പിയും ആണോ? നമ്മൾ അതിനാണ് ആ ജനറലായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന പാഠത്തിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ എസ്, അതിൽ നിന്നും n-2 എഫ്, അതിൽ നിന്നും n-1 ഡി, അതിൽ നിന്നും എൻ പി. ഇതെല്ലായിരുന്നു നമ്മൾ ജനറലി പഠിച്ചു വെച്ചിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ജനറലി എഴുതാൻ പറ്റുമെന്ന്? സോ എൻ എസ് കഴിഞ്ഞിട്ട് n-2 എഫ് ആണ്, n-2 കഴിഞ്ഞിട്ട് n-1 ഡി ആണ്, അത് കഴിഞ്ഞിട്ട് എൻ പി ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ, ഓക്കെ നോക്കിക്കേ, എസ് ഡി അത് കഴിഞ്ഞിട്ടാണ് പി, ഇവിടെ അതേപോലെ എസ് ഡി അത് കഴിഞ്ഞിട്ടാണ് പി. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എസ്സിൽ മാക്സിമം ഇവിടെ എത്രയാണ്? ഹീലിയത്തിന്റെ കേസിലൊക്കെ നമുക്കറിയാം, നമുക്ക് 1s എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും? ബോറോണിന് തൊട്ടു മുന്നേ വരുന്ന നോബൽ ഗ്യാസ് ഹീലിയമാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഹീലിയത്തിന്റെ സിമ്പൽ അങ്ങോട്ട് എഴുതും, ഹീലിയത്തിന്റെ സിമ്പൽ നമ്മൾ അങ്ങോട്ട് ഇടുന്നു, ഹീലിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. ഇനി അവിടെ ആരൊക്കെയാണ് വരുന്നത്? n എന്ന് പറയുന്നത് 2 ആണ്. സോ എൻ എസിന് പകരം നമുക്ക് 2s 2p എന്ന് എഴുതാലോ. 2s 2p ഇലക്ട്രോൺസ് ബാക്കി നിങ്ങൾ എണ്ണിയാണ് എഴുതേണ്ടത്. ഇനി n ഈസ് ഈക്വൽ ടു 3, അലൂമിനിയത്തിന്റെ കേസ്, അലൂമിനിയത്തിന് തൊട്ട് മുന്നേ വരുന്ന ഇനേർട്ട് ഗ്യാസ് ഏതാണ്? നിയോൺ അല്ലേ? അപ്പൊ നമ്മൾ നിയോൺ എന്ന് അങ്ങോട്ട് എഴുതുന്നു, NE സിമ്പിൾ അതേപോലെ ഇടുന്നു. ഇവിടെ n ഈസ് ഈക്വൽ ടു 3 ആണ്. സോ ഇവിടെ എന്താ വരും? 3s 3p. പിന്നെ ഇലക്ട്രോൺ എണ്ണ എഴുതിയാൽ മതി. അടുത്ത ഗാലിയത്തിന് നമ്മൾ എങ്ങനെ എഴുതും? ഗാലിയത്തിന് തൊട്ട് മുന്നേ വരുന്ന ഇനർട്ട് ഗ്യാസ് ആരാണ്? ആർഗൺ ആണ്. സോ ആർഗണിന്റെ സിമ്പൽ നമ്മൾ അങ്ങോട്ട് ഇടുന്നു. അതിനുശേഷം എസും ഡിയും പിയും, അവിടെ n ഈസ് ഈക്വൽ ടു 4 ആണ്. സോ എങ്ങനെ വരും? 4s കഴിഞ്ഞാൽ n-1 ഡി അല്ലേ? നമ്മളിവിടെ എഴുതിയതാ n-1 ഡി ആണ്. സോ 4s 3d 4p എന്ന് വരും. ഓക്കെ ആണ്. ഇനി ഇന്ത്യത്തിന്റെ കേസ്, ഇന്ത്യത്തിന് തൊട്ട് മുന്നേ വരുന്ന ഇനർട്ട് ഗ്യാസ് ഏതാണ്? ക്രിപ്റ്റോൺ ആണ്. സോ ക്രിപ്റ്റോണിന്റെ സിമ്പൽ നമ്മൾ എടുത്തു, എസും ഡിയും പിയും, അവിടെ n ഈസ് ഈക്വൽ ടു 5 ആണ്. സോ 5s 4d 5p എന്ന് നമുക്ക് എഴുതാം. അടുത്ത താലിയത്തിന് എങ്ങനെ എഴുതും? താലിയത്തിന് തൊട്ട് മുന്നേ ഉള്ള ഇനർട്ട് ഗ്യാസ് ഏതാണ്? സെനോൺ ആണ്. സോ സെനോണിന്റെ സിമ്പൽ നമ്മൾ ഇടുന്നു, സെനോണിന്റെ സിമ്പൽ നമ്മൾ ഇട്ടിട്ട് നോക്കിക്കേ, എസ് അപ്പൊ 6s. ഇനി n-2 എഫ് ആണ്. സോ 4f ദെൻ 3d ആൻഡ് 6p എന്ന് വരും. ഓക്കെ, ഇങ്ങനെയല്ലേ ആ കോൺഫിഗറേഷൻ വരുന്നത്? ഓക്കെ, സോറി 3d അല്ല, n-1 d അല്ലേ? സോ 5d. ഓക്കെ 5d. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. സെറ്റ് ആയല്ലോ? ഓക്കെ ആണ്. എങ്ങനെയാണ് നമ്മൾ ആ ഗ്രൂപ്പിലെ പി ബ്ലോക്കിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം വരുന്നത്? ഇനി നമ്മൾ എണ്ണി ബാക്കി ഇലക്ട്രോണിനൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണ്. സോ ഇനിയിപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഗാലിയം അറ്റോമിക് നമ്പർ വന്നിട്ട് 31 ആണ്. ഗാലിയത്തിന്റെ പീരീഡ് നമ്പർ എത്രയാണ്? ഗാലിയം 4ാമത്തെ അല്ലേ? ഗാലിയത്തിന്റെ പീരീഡ് 4ാമത്തെയാണ്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 4s 3d അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടായിരുന്നു? 4p. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ പോകുന്നത്. സോ എങ്ങനെ നമുക്ക് ഗാലിയത്തിന് തൊട്ട് മുന്നേ ഉള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആരുടെയാണ്? ആർഗൺ ആണല്ലോ. സോ നമ്മൾ ആർഗൺ എഴുതുന്നു, ആർഗണിന്റെ സിമ്പൽ ഇടുന്നു. ബാക്കി എത്രയാ? 4s 3d 4p. സോ ആർഗണിന്റെ എത്രയാ ഇലക്ട്രോണിക്? 18 ആണ്. ഇനി ഗാലിയത്തിന്റെ എത്ര? 31. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 31 - 18. 31 - 18 എത്ര കിട്ടും? 13 എന്ന് വരും. ബാക്കി 13 ഇലക്ട്രോൺസിന് ഇതിലേക്ക് കൊടുത്താൽ മതി. സോ 4s 2, 3d 10, അപ്പൊ 12 ആയി, 4p 1. സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ മക്കളെ? എങ്ങനെ ആലോചിച്ച് നോക്കിക്കേ. ഗാലിയത്തിന്റെ അറ്റോമിക് നമ്പർ 31. അപ്പൊ നമുക്കറിയാം ഗാലിയം എന്ന് പറയുമ്പോൾ 4ാമത്തെ പീരീഡ് ആണ്. സോ നമ്മൾ എന്തെഴുതി? 4ാമത്തെ പീരീഡ് ആവുമ്പോൾ 4s 3d 4p. അതാണ് അതിന്റെ ഓർഡർ. ബാക്കി നമ്മൾ ഇലക്ട്രോൺ എണ്ണി കൊടുക്കണം. അപ്പൊ ആർഗൺ ആണ് അതിന് തൊട്ട് മുന്നേ ഉള്ള ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. സോ ആർഗണിന്റെ നമ്പർ എത്ര വരും? ആർഗണിൻ്റെത് 18 ആണ്. അപ്പോൾ ഗാലിയം മൈനസ് ആർഗണിന്റെ ചെയ്താൽ 31 - 18 ചെയ്യുന്നു, നമുക്ക് 13 കിട്ടും. അപ്പൊ ആ 13നെ ഈ ബാക്കിയുള്ളതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇലക്ട്രോണിനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? നമ്മുടെ ഗാലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് കിട്ടുന്നു.
സോ നോക്കിക്കേ, അപ്പൊ ഈ 4s എന്താണ് 4s 4p എന്നൊക്കെ പറയുന്നത് എന്ത് ഷെല്ലാണ്? ഇത് നമുക്ക് 3d 4s 4p എന്ന് എഴുതുമോ? നമ്മൾ 4s 3d 4p എന്ന് എഴുതുമോ? നമ്മൾ ഹോഫർ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചതാണ്. N+L റൂൾ എനർജി വെച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എഴുതി പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടോ? N+L റൂള്, N+L റൂൾ വെച്ചിട്ടല്ലേ നമ്മൾ എഴുതുന്നത്. ആർക്കാണോ N+L റൂൾ ചെയ്യുമ്പോൾ വാല്യൂ കൂടുതൽ വരുന്നത് അവരെയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾ? N+L റൂൾ N വാല്യൂയും L വാല്യൂയും കൂട്ടുന്നു അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 4sന്റെ ആ ചാപ്റ്റർ നിങ്ങളൊന്ന് എടുത്ത് തിരിച്ച് നോക്കിയാൽ മതി. N+L റൂൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സെറ്റാണേ? ഓക്കെ ആണേ? പ്രശ്നമൊന്നും ഇല്ലല്ലോ. സോ നമുക്ക് ഇനി ഇനേർട്ട് പെയർ എഫക്റ്റ് അവിടെ കിടക്കുകയാണ്. എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. സോ അതിന് മുന്നേ ഇനേർട്ട് പെയറിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് പി ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ എന്താണ് വിളിച്ചത്? പി ബ്ലോക്ക് എലമെൻസിനെ നമ്മൾ വിളിച്ച പേരെന്താണ്? പി ബ്ലോക്ക് എലമെൻസ്. ആ പി ബ്ലോക്ക് എലമെൻസിൽ എന്താ? ഇൻ വിച്ച് പി ബ്ലോക്ക് എലമെൻസിന്റെ പ്രത്യേകം എന്താ? ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ടു ദ പി സബ്ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലിലോട്ടാണ്. അതാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ പി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, ഔട്ടർ nth ഷെല്ലിൻ്റെ നമുക്കറിയാം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമ്മൾ എഴുതുമ്പോൾ ns2 np1 2 6, അതായത് ഓരോന്നനുസരിച്ച് p1 2 3 അങ്ങനെ പോകും. സോ നമ്മൾ ആദ്യം നമ്മുടെ നമ്മുടെ ഇനേർട്ട് ഗ്യാസുകളുടെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതാം. ഹീലിയം 2s2, ഹീലിയം കഴിഞ്ഞിട്ട് 2s2 2p1 2 6. അടുത്ത n=3 വരുമ്പം നിയോൺ ആവും അല്ലേ? ഇത് n=2 ആണ്. ഇത് n=3 എഴുതാൻ പോകും. എത്ര വരും? 3s2 അതുപോലെ 3p1 2 6. അത് n=3 ആവും. ഇനി n=4 ആകുമ്പോൾ നമ്മൾ ആരെ കൊടുക്കും? ആർഗൺ കൊടുക്കും അല്ലേ? ആർഗൺ കഴിയുമ്പോൾ n=4 ആകുമ്പോൾ അവിടെ എങ്ങനെയാണ് വരുന്നത്? 4 എന്താണ്? 4s 3dയും വരുന്നുണ്ട്. സോ 4s 3d 4p. സോ 4sൽ 2, 3dയിൽ എത്ര? 1 2 10, 10 4pയിൽ 1 2 6. ഇത് എവിടത്തെയാണ്? n=4. ഇനി n=5 ആകുമ്പോൾ അടുത്ത ആൾ ആരാണ്? അടുത്ത ഇനേർട്ട് ഗ്യാസ് നമ്മുടെ ക്രിപ്റ്റോൺ ആണ്. അവിടെ ആരൊക്കെ വരും? 4dയും വരും. 4d 5s 5p. ഇതുപോലെ തന്നെ 4 തിരിച്ചെഴുതിയാൽ മതി. നമ്മൾ തിരിച്ചെഴുതാണ്. ഇവിടെ n=5 അല്ലേ? അപ്പോൾ 5s 4d 5p. എസ്സിൽ 2, ഡിയിൽ 10, ഇത് 1 2 6. അവിടെ n=5 ആണെങ്കിൽ അടുത്ത നമ്മൾ n=6 ആകുമ്പോൾ ആരാണ്? സെനോൺ ആണല്ലേ? സെനോൺ ആകുമ്പോൾ എന്താ? 6s, ദെൻ 6s കഴിഞ്ഞിട്ട് 4f 5d 6p. n=6 ആകുമ്പോൾ 6s2 4f 14 5d 10 6p 1 2 6. അടുത്ത ആരാ? നമ്മുടെ റെഡോൺ വരുമ്പോൾ n=7 വരുമ്പോൾ എങ്ങനെ വരും? 7s, ദെൻ 7s കഴിഞ്ഞിട്ട് 5f 6d 7p 2 14 10 1 2 6. n=7 ആകുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കോൺഫിഗറേഷൻ പോകുന്നത് അല്ലേ? നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ജനറലി എഴുതുന്നത്. സോ 13th ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 13th ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ എഴുതി ns2 np1 അല്ലേ? ns2 np1. ഇനി 14th ആകുമ്പോൾ എങ്ങനെയാ? 14th ആകുമ്പോൾ എങ്ങനെയാ? ns2 np2 വരും. ഇനി 15th ആകുമ്പോൾ എങ്ങനെ വരും? ns2 np3 എന്ന് വരും. ഇനി നോക്കിക്കേ 16th ആകുമ്പോൾ 16th ആകുമ്പോൾ എങ്ങനെ വരും? ns2 np4 എന്ന് വരും. 17th 17ൽ ns2 np5 വരും. 18 ആകുമ്പോൾ കംപ്ലീറ്റ് ആയി ns2 np6 വരും. അവർ കംപ്ലീറ്റ് ആയി. സെറ്റാണേ? സോ ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2 np1 2 6 ആണ്. ആ രീതിയൊക്കെ നമ്മൾ കണ്ടു. ബട്ട് ഈ 4th ഇലക്ട്രോൺ തൊട്ട് 4th പീരീഡ് തൊട്ട് നോക്കിക്കേ, ഇവിടെ ആരുടെ പ്രസൻസ് ഉണ്ട്? ഡിയുടെ പ്രസൻസ് ഉണ്ട്. താഴേക്ക് വരുന്തോറും എഫിന്റെ പ്രസൻസും ഉണ്ട്. സോ നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോന്നിൻ്റെ നമ്മൾ എഴുതുകയാണ്. സോ നോക്കിക്കേ, ബോറോൺ ഫസ്റ്റ് 13th ഗ്രൂപ്പ് നമ്മൾ എടുക്കുകയാണേ. ബോറോൺ, അലൂമിനിയം, ഗേലിയം, ഇൻഡിയം, താലിയം. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ബോറോണിൻ്റെ നമുക്കറിയാം കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഏതാ? 1s2 2s2 2p1 അല്ലേ? സോ ഇവർക്കുള്ള മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. അപ്പോൾ +1ഉം വരാം +3ഉം വരാം.
സോ ഇവിടെയൊക്കെ തന്നെ +3 ആണ് മോർ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഗാലിയത്തിന്റെ കേസിലും +3 ആണ് മാക്സിമം സ്റ്റേബിൾ, ഇവിടെയും +3 ആണ്. ബട്ട് താലിയം, അതായത് ഹെവിയർ എലമെന്റ്സ് വരുമ്പോഴേക്കും മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, നമ്മൾ ജസ്റ്റ് ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നമ്മൾ പറഞ്ഞതാണ്. നോക്കിക്കേ, ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 2 electron less than the group oxidation state is progressively more stable for the heavier elements in each group. അതല്ലേ നമ്മളിവിടെ പറയുന്നതൊന്നും ശ്രദ്ധിച്ചു നോക്കിക്കേ. താഴേക്ക് വരുംതോറും, അതായത് ഹെവിയർ എലമെന്റ്സ് ആകും തോറും മാക്സിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും 2 ഇലക്ട്രോൺസ് ഡിഫറൻസ് ഉള്ളവരായിരിക്കും അവരുടെ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് +1 സ്റ്റേറ്റ് ആണ് ഇവരുടെ മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ +1 എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റേബിൾ ആകുന്നത്? അതിനുള്ള റീസൺ ആണ് മക്കളെ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇനി എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പി ബ്ലോക്ക് എന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ളത്. സോ എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. സോ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും അതിൻ്റെ ഹയസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അവർക്ക് സ്റ്റേബിൾ. പക്ഷെ താഴേക്ക് വരുംതോറും അതിൻ്റെ ലോസ്റ്റ് ഏതാണോ അതാണ് കൂടുതൽ സ്റ്റേബിൾ. ഇപ്പോൾ 13th ഗ്രൂപ്പിൽ മാത്രമല്ല, നമ്മൾ 14th ഗ്രൂപ്പിൻ്റെ കേസ് എടുത്ത് നോക്കിക്കേ, നമ്മുടെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഓക്കെ, ഇവരുടെ കേസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാർബൺ മാക്സിമം സ്റ്റെബിലിറ്റി ഉള്ള പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. ബട്ട് നമ്മൾ ലെഡിലേക്ക് വരുമ്പോൾ അത് എത്രയായിട്ട് മാറുന്നു? +2 ആയിട്ട് മാറുന്നു. ഇതുപോലെ നമ്മൾ 15th ഗ്രൂപ്പിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞതാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇനി എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം അല്ലെ. എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴേക്ക് വരിക, ഒരു പി ബ്ലോക്കിലുള്ള ഒരു ഗ്രൂപ്പാണ്, നമ്മൾ താഴേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് പറഞ്ഞു തരാം. ഓക്കെ, നോക്കിക്കേ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഗ്രൂപ്പിൽ നമ്മൾ താഴേക്ക് വരുന്നു. താഴേക്ക് വരുംതോറും നോക്കിക്കേ, n=3 വരെ അവിടെ 3s2 3p വരുന്നുള്ളൂ. പക്ഷെ n=4 എടുത്തപ്പോൾ അവിടെ ആര് വരുന്നുണ്ട്? 3d വരുന്നുണ്ട് അല്ലേ. ഡിയുടെ പ്രസൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇത് അതിന്റെ ഓർഡറിൽ തന്നെ എഴുതാം. അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുമേ. ടീച്ചർ അതിന്റെ ഓർഡറിൽ കുറച്ചൊന്ന് വ്യത്യാസം വരുത്തി എഴുതരാം. ഓക്കെ, അപ്പൊ ഡി നോക്കിക്കേ, ഇവിടെ 3d അല്ലേ വരുന്നത്. 3d 4s 4p 3d10 4s2 4p 1 2 6 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇതും ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതുകയാണ്, ഒന്നുമില്ല. അതായത് 5 അല്ല 4d10 വരും അല്ലേ. 4d10 5s2 ഇങ്ങനെ എഴുതാണ്. അതേപോലെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഡി അതിനോട് ചേർത്ത് എഴുതുന്നേ ഉള്ളൂ. ഇവിടെ എഫിൻ്റെയും ഡിയുടെയും പ്രസൻസ് ഉണ്ട്. സോ 4f14 5d10 എന്ന് വരും. ഓക്കെ, മാറ്റി എഴുതുന്നേ ഉള്ളൂ. അത് കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ്. എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. 4f14 5d10 then 6s2. അതേപോലെ ഇവിടെ നമുക്ക് ആ 6d അങ്ങ് മാറ്റി ഇച്ചിരി അടുത്തോട്ട് എഴുതാം. ഇവിടെ എന്ത് വരും? 7s2 വരും. ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെയൊക്കെ 2s 2p മാത്രമേ ഉള്ളൂ, 3s 3p ഉള്ളൂ. ഇവിടെ ഡിയുടെ പ്രസൻസ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഡി വരുന്നുണ്ട്, അതേപോലെ ഇവിടെ എഫും ഡിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലന്തനോയിഡ് അല്ലെങ്കിൽ ട്രാൻസിഷൻ കോൺട്രാക്ഷനിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. താഴേക്ക് വരുംതോറും എന്ത് സംഭവിക്കുന്നു? ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതലാണ് അല്ലേ. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതലാണ്. അതായത് അറ്റോമിക് സൈസ് താഴേക്ക് വരുംതോറും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതിന് ഫലമായിട്ട് അവരുടെ ഷീൽഡിംഗ് എഫക്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഷീൽഡിംഗ് എഫക്റ്റ് അവിടെ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിയും ഇപ്പൊ ന്യൂക്ലിയസിന്റെ അടുത്ത് ഡിയും എഫിന്റെയും ഷീൽഡിംഗ് എഫക്റ്റ് കുറവാണ്. പുവർ ഷീൽഡിംഗ് ആണ് ഡി ആൻഡ് എഫിന്. അതുകൊണ്ട് എന്ത് പറ്റും? എസിൽ നിന്നും ഇലക്ട്രോൺസിനെ എത്തോണ്ട് പോവാൻ അത്രയും എന്താണ് അട്രാക്ഷൻ കൂടുതലാണ്. എസിനോട് ന്യൂക്ലിയസിന് നല്ല അട്രാക്ഷനിൽ ഇടുകയാണ്. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാൻ എസിന് ബുദ്ധിമുട്ടല്ല. ഇലക്ട്രോണിനെ കൊടുക്കുമോ എസ്? ഇല്ല, അട്രാക്ഷൻ വളരെ വളരെ കൂടുതലാണ്. അതായത് അട്രാക്ഷൻ നമുക്ക് എഴുതാൻ റീസൺ, അട്രാക്ഷൻ ഓൺ ഔട്ടർ
NS ഇലക്ട്രോൺ പെയർ ഇൻക്രീസസ്. NS ഇലക്ട്രോൺ പെയറിന്റെ അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ എസ് ഇലക്ട്രോൺസ് ഉള്ളവർ കുറച്ച് ഇനേർട്ട് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. അവര് ഇനേർട്ട് ആവും. മനസ്സിലാവുന്നുണ്ടോ? അവര് ഇനേർട്ട് ആവും. ആ ഒരു റിലക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴേക്ക് വരുന്തോറും, താലിയത്തിന്റെ ഒക്കെ കേസ് വരുന്തോറും അവിടെ നിന്ന് എന്താണ് നോക്കിക്കേ, താലിയത്തിന്റെ കേസ് നിങ്ങൾ നോക്കിക്കേ, താലിയത്തിന്റെ ഒക്കെ കേസ് നമ്മൾ എഴുതുമ്പോഴത്തേക്കും അവിടെ എഫ് ഇലക്ട്രോൺസും വരുന്നുണ്ട് അല്ലെ, എഫും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. അപ്പൊ എന്താണ്, അവർക്ക് എസിൽ നിന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ എന്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കത്തുള്ളൂ? അവരുടെ പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കൂടുതൽ പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം N-2 ഇലക്ട്രോൺസ്, 2F ഇലക്ട്രോൺ ഇരിക്കുന്നു, N-1 D ഇലക്ട്രോൺ ഇരിക്കുന്നു, പിന്നെ NS ഇരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, ഇവർ രണ്ടുപേരും ഷീൽഡിങ് എഫക്റ്റ് ആണ്. അപ്പൊ ഈ ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ ഇങ്ങോട്ട് എസിലേക്ക് ഒരുപാട് കൂടുതലായിരിക്കില്ലേ, ഈ എസിലേക്ക് കൂടുതലായിരിക്കും. സോ അവർക്ക് എന്താണ്, അവർക്ക് പോസിബിൾ ഓക്സിഡേഷൻ അല്ലെങ്കിൽ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് അവരുടെ ലോവസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞത്. ഇനി ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇനേർട്ട് പെയർ ഇഫക്റ്റ്. എന്താണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇൻവോൾവ്മെന്റ് ഓഫ് ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്, നമുക്ക് എഴുതാം ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്, ഇൻവോൾവ്മെന്റ് ഓഫ് D and F ഇലക്ട്രോൺ ഇൻക്രീസസ്. താഴേക്ക് വരുന്നതോടും D and F ഇലക്ട്രോൺസിന് ഇൻക്രീസ് വരുന്നു. which on increases the attraction of NS ഇലക്ട്രോൺ. അതിന് ഫലമായിട്ട് അവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നു? NS ഇലക്ട്രോൺ. and they began to behave as inert in which a reluctance to take part in the chemical reactions. Chemical reactionsലൊക്കെ ഒരു റിലക്റ്റൻസ്, ഒരു പങ്കെടുക്കാനുള്ള ഒരു ഇഷ്ടം കാണിക്കാതിരിക്കും. ആര്? നമ്മുടെ ഹെവിയർ എലമെന്റ്സ് ഇൻ ദ പി ബ്ലോക്ക്, അതായത് താഴേക്ക് വരുന്തോറുള്ള അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സെറ്റാണേ? ഓക്കെ ആണേ? സോ അപ്പൊ താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നു? ഇൻ ഹെവിയർ എലമെന്റ്സ്, അതും കൂടെ റീസൺ എഴുതിക്കോ, പോയിന്റ് എഴുതിക്കോ. ഇൻ ഹെവിയർ എലമെന്റ്സ് താഴേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ താലിയം പോലുള്ളത് താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയസ് ഹെവി ആയി. ന്യൂക്ലിയസ് ഈസ് ഹെവി. ബട്ട് ഷീൽഡിങ് എഫക്റ്റ് എന്താണ്? പുവർ ആണ്. ബട്ട് ഷീൽഡിങ് എഫക്റ്റ് ഈസ് പുവർ. അതിന് ഫലമായിട്ട് അത് എന്തുകൊണ്ടാണ് ഷീൽഡിങ് എഫക്റ്റ് പുവർ ആവുന്നത്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. സോ ഷീൽഡിങ് എഫക്റ്റ് പുവർ ആണ്. അപ്പോൾ അവർക്ക് എന്താണ്? റിലക്റ്റൻസ് ആണ് ഈ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കാൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർട്ട് പെയർ എഫക്റ്റ്. മനസ്സിലായോ എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന്? അപ്പോൾ താഴേക്ക് വരുന്തോറും അവരുടെ സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലോവസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആയേ? ഇനി നോക്കിക്കേ, നമ്മുടെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിക്കേ, ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് നമ്മുടെ 13th ഗ്രൂപ്പിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, NS2 NP1 ആണ് അല്ലെ? നമുക്ക് രണ്ട് കേസുകൾ നോക്കാം. NS2 NP1 ആണ്. സോ ഇവിടുത്തെ ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് ഇലക്ട്രോൺസിനെ, അവസാനത്തിലുള്ള എസിലെയും പിയിലെയും ഇലക്ട്രോൺസിനെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 + 1 + 3 എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, ഇവരുടെ ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ്? അവരുടെ ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ്? ആ 3യിൽ നിന്നും എന്താണ് അവിടെ ഉള്ള എസിന്റെ കുറച്ചാൽ മതി. അതായത് +1 ആണ് അവരുടെ ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 3 - 2 ആണ് അവരുടെ ലോവസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നു? ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ D and F ഇലക്ട്രോൺസിന്റെ എണ്ണം അവിടെ കൂടുന്നു. അപ്പോൾ ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുകയാണ്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുന്നു. ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുമ്പോൾ സ്റ്റേബിലിറ്റി ഓഫ് ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുന്നത്. അപ്പൊ സ്റ്റേബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല, ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും കൂടുന്നത്. സോ നമുക്കറിയാം +3 ആണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ്
1 ആണ് ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കൂടുതൽ അവർ സ്റ്റേബിൾ ആവുന്നത്. ഇപ്പൊ ബോറോൺ എന്ന് പറയുമ്പോൾ 13 ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നത്, എല്ലാവരുടെയും കാര്യം പറയുകയാണെ, 13th ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ആരാണ് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്? ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷെ ആദ്യം ആരാണ് സ്റ്റേബിൾ ആവുന്നത്? ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇനേർട്ട് പെയർ എഫക്ട്. സെറ്റ് ആണ്. ഗ്രൂപ്പിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇനേർട്ട് പെയർ എഫക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മനസ്സിലായേ? ഓക്കെ, ഇനി നമുക്ക് NCERT വേർഷനിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ ഒന്ന് നോക്കാം. അതായത് ഒരു ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പ് 13 ബോറോൺ അലൂമിനിയം ഗ്യാസുകൾ ഇന്ത്യ തള്ളി. ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻഡിയം താലിയം ആണ്. ഇനി ഇത് +3, ഇതും +3 സ്റ്റേറ്റില്, ഇതും +3 സ്റ്റേറ്റില്, ഇതും +3 സ്റ്റേറ്റില്, ഇതും +2 സ്റ്റേറ്റില്. അടുത്ത ഇതേ ആളുകളെല്ലാം നമ്മൾ +1 സ്റ്റേറ്റിൽ ഒന്ന് കൊടുക്കുകയാണ്. +1 ഗാലിയം, +1 ഇൻഡിയം, +1 ആൻഡ് താലിയം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണ്. ഇതിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നോക്കിക്കേ, അപ്പോൾ ഇവരുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇവർ ഇരിക്കുന്നത്. ലൈറ്റർ എലമെന്റ്സ് ആണ്. സോ എന്താണ് സ്റ്റെബിലിറ്റി? ദാ ഇങ്ങനെ വരും അല്ലേ? ഇങ്ങനെ വരും. ഇനി ഇതിന്റെ കേസിലോ ഇവരുടെ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലാണ് ഇരിക്കുന്നത്. സോ ആരായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? യെസ്, ഹെവിയർ എലമെന്റ് ആയിട്ടുള്ള താലിയം ആയിരിക്കും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത്. സോ അവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എങ്ങനെ വരും? ദാ ഇങ്ങനെ വരും. ഇത് രണ്ടും ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ആണ്. ഇനി ഇതേപോലെ 14th ഗ്രൂപ്പ്, ഇതിപ്പം 13th ഗ്രൂപ്പിലുള്ള ആളുകളുടെ കാര്യം നമ്മൾ ഇതെല്ലാം ജനറൽ പോയിന്റ്സിൽ വരുന്നതാണ്. ഇനി 14th ഗ്രൂപ്പിലുള്ള ആളുകളെ ഒന്ന് നോക്കിക്കേ മക്കളെ. 14th ഗ്രൂപ്പിലുള്ളത് ആരാണ്? കാർബൺ. കെമിസ്ട്രി സാർ ഗിവ്സ് സ്ട്രോങ് പ്രോബ്ലംസ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഓക്കെ, അവർക്കും എന്തുണ്ട്? താഴേക്ക് വരുന്തോറും അവരുടെ നോർമൽ അവർ ഹയസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +4 ആണ്. താഴേക്ക് വരുന്തോറും എന്ത് കാണിക്കുന്നു? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. സോ അവരുടെ +4 നമുക്കൊന്ന് എഴുതാം. സിലിക്കൺ +4, ജെർമേനിയം +4, ടിൻ +4 ആൻഡ് ലെഡ് +4. അതേപോലെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ് അവരുടെ എല്ലാം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും നമ്മൾ എഴുതുകയാണ്. സോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നമ്മൾ എങ്ങനെ പറയും? ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? +4 അല്ലേ? അപ്പോൾ ഇവിടെ കാർബൺ ഏറ്റവും അതിന്റെ ലൈറ്റർ എലമെന്റ് ആണ്. അതിന്റെ ഹയസ്റ്റ് പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയ +4 കൂടുതൽ സ്റ്റേബിൾ ആയി വരുന്നത്. താഴേക്ക് വരുന്തോറും അതിന്റെ സ്റ്റെബിലിറ്റി കുറയും. ഇനി +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഹെവിയർ എലമെന്റ്സ് ആണ് കൂടുതൽ സ്റ്റേബിൾ. സോ ഇവിടെ എങ്ങനെ വരും? ഓക്കെ, ഇവിടെ ദാ ഈ സ്റ്റെബിലിറ്റി ഓർഡർ തിരിഞ്ഞു വരും. ഓക്കെ ആണ്. ഇനി നൈട്രജന്റെ കേസിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ 15th ഗ്രൂപ്പിലുള്ളത് ആരാണ്? നീന പാട്ടിയുടെ കോഡ് ഓർമ്മയുണ്ടല്ലോ. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. ഓക്കെ, ഇതിന്റെ കേസ് നമുക്ക് എഴുതാം. ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +5 ആണ് അല്ലേ? +5. ഇതെല്ലാം +5 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമ്മൾ എഴുതുകയാണ്. ഇതും +5, ഇതും +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അവരുടെ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നമുക്ക് എഴുതണം. ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇത് +3, ഇത് +3, ഇതും +3, ഇതും +3, ഇതും +3. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെബിലിറ്റി നോക്കിക്കേ, ഇവർ ലൈറ്റർ എലമെന്റ്സ് ആണ്. ലൈറ്റർ എലമെന്റ്സിന് എന്താണ്? പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ സ്റ്റെബിലിറ്റി എവിടെയാണ്? ഇവിടെ തന്നെയാണ്. സോ ഓർഡർ ഇങ്ങനെ വരും സ്റ്റെബിലിറ്റിയുടെ. ഇനി അവരുടെ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ സ്റ്റെബിലിറ്റി ആർക്കാണ് കൂടുതൽ? ഹെവിയർ എലമെന്റ്സിനാണ് കൂടുതൽ. സോ ഇവരുടെ സ്റ്റെബിലിറ്റി ദാ ഇങ്ങനെ വരും. സോ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒരു ചോദ്യമാണ്. ഒരു ചോദ്യം നോക്കിക്കേ. ഒരു ചോദ്യം, TL നമ്മുടെ ടാലിയം 3+ അയോൺസ് can work as oxidizing agent in any medium. Why? അപ്പോൾ താലിയം 3+ എന്ന് പറയുന്നത് എപ്പോഴും എന്താക്കാൻ ശ്രമിക്കും? അവരുടെ പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +1 അല്ലേ? അവർ +1 എത്താനല്ലേ ശ്രമിക്കുന്നത്? അതായത് അവിടെ ഓക്സിഡേഷൻ അവിടെ എന്ത് സംഭവിക്കുന്നത്? +3 നിന്നും +1 മാറുന്നു. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ അവരാരാണ്? ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അതെന്തുകൊണ്ടാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു മനസ്സിലായില്ലേ? ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും ഇപ്പൊ ബോറോണിന് പോസിബിൾ ആയിട്ടുള്ള 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? +3 പറ്റും, +1 പറ്റും. അടുത്ത കാർബണിന് പോസിബിൾ ആയിട്ടുള്ളത് +4 പറ്റും,
+2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, നൈട്രജൻ 3 നമ്മൾ എഴുതാണ്. നൈട്രജൻ ആണെങ്കിൽ +5ലും +3ലും പറ്റും. താഴേക്ക് നമ്മൾ ഓരോന്നിന്റെ നോക്കുകയാണെങ്കിൽ അലൂമിനിയം, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. അപ്പൊ അലൂമിനിയത്തിനും അതേപോലെയല്ലേ, +3യും +1ഉം ഉണ്ട്. ഇവിടെയും +3യും +1ഉം ഉണ്ട്. ഇൻഡിയത്തിനും +3യും +1ഉം ഉണ്ട്. ടാലിയത്തിനും +3യും +1ഉം ഉണ്ട്. അപ്പൊ കൂടുതൽ സ്റ്റേബിള് ബോറോണിന്റെ കേസിൽ ഏതായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? യെസ്, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും സ്റ്റേബിൾ. ഇനി അലൂമിനിയത്തിനും ഏത് തന്നെയാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ. ഇനി ഗാലിയവും ഏത് തന്നെയാണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ. ഇനി ഇൻഡിയത്തിന്റെ കേസിലും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ. ബട്ട് ഇൻ കേസ് ഓഫ് താലിയം മക്കളെ ഏതാണ് സ്റ്റേബിൾ? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വാട്ട് ഈസ് ദ റീസൺ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇനർട്ട് പെയർ എഫക്ട്. സെറ്റാണ് ഇപ്പൊ കാര്യങ്ങൾ. എന്തുകൊണ്ടാ? ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും D&F ഇലക്ട്രോൺസിന്റെ ഇൻവോൾവ്മെന്റ് കൂടുന്നു. അതിന് ഫലമായിട്ട് അവിടുത്തെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും, അവരുടെ ഷീൽഡിങ് എഫക്റ്റ് കുറയും. അതുകൊണ്ട് തന്നെ അവരുടെ ഇനേർട്ട് പെയർ എഫക്ട് താഴേക്ക് വരുന്നതോറും കൂടുതലാണ്. കാരണം ഇലക്ട്രോൺസ് എന്തിൽ പങ്കെടുക്കുന്നില്ല? ഇനേർട്ട് ആവുകയാണ്, കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നില്ല. സോ ഇനേർട്ട് പെയർ എഫക്ട്. സോ സെറ്റാണേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനേർട്ട് പെയർ എഫക്ട് എന്താണ്, ഇനേർട്ട് പെയർ എങ്ങനെ അഫക്ട് ചെയ്യുന്നത്, ഈ ഇനേർട്ട് പെയറിന്റെ കാര്യമാണ് ഞാൻ ആദ്യത്തെ ഒരു സ്ലൈഡിൽ, നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണോ? ഫസ്റ്റ് സ്ലൈഡിൽ നോക്കിക്കേ, നമ്മൾ ആ ഫസ്റ്റ് സ്ലൈഡിലെ ജനറൽ പ്രോപ്പർട്ടീസിൽ പറഞ്ഞു, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് 2 electron less than the group oxidation state is progressively more stable for the heavier elements in each group. ഓരോ ഗ്രൂപ്പിലെയും ഹെവിയർ എലമെന്റ്സിന് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് എന്താണ്? അവരുടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഉള്ളതിന് കാരണം ഹെവിയർ എലമെന്റ്സിന് അവരുടെ ലോസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് 13ാമത്തെ ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ താലിയത്തിന് +3യും +1 ഉണ്ടെങ്കിലും അതിന്റെ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അതിൽ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അതിനുള്ള റീസൺ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇനേർട്ട് പെയർ എഫക്ട്. ദാറ്റ് മീൻസ് താഴേക്ക് വരുന്നതോറും D&F ഇലക്ട്രോൺസിന്റെ ഇൻവോൾവ്മെന്റ് കൂടുന്നു, അതിന്റെ സൈസ് കൂടുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ഷീൽഡിംഗ് എഫക്ട് കുറവാകുന്നു. സോ ഷീൽഡിംഗ് എഫക്ട് കുറവായതുകൊണ്ട് തന്നെ S നിന്നും എന്താണ് S ഇലക്ട്രോൺസിന് മോർ അട്രാക്ഷൻ ഉണ്ട്. സോ എന്താണ്, അവർ ഇനേർട്ട് ആകും, റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് ജനറൽ ടോപ്പിക്സിൽ പഠിക്കുന്നത്. സോ ഇനേർട്ട് പെയർ എഫക്റ്റും നമ്മൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ 13ാമത്തെ ഓരോ ഗ്രൂപ്പിന്റെയും കാര്യങ്ങൾ. അതായത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ അറ്റോമിക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സോ നമുക്ക് നമ്മുടെ 13th ഗ്രൂപ്പ് എലമെന്റ്, ആരാണ് നമ്മുടെ 13th ഗ്രൂപ്പ് എലമെന്റ്? യെസ്, നമ്മുടെ ബോറോൺ ഫാമിലി. മക്കളെ, നമ്മുടെ ബോറോൺ ഫാമിലി. ഇനി ബോറോൺ ഫാമിലിയിലെ നമ്മുടെ അംഗങ്ങൾ ഏതൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. നമ്മുടെ ഇദ്ദേഹമാണ്. ഇവരാണ് നമ്മുടെ ഇനിയുള്ള താരങ്ങൾ. ഇപ്പൊ 13ാമത്തെ ഗ്രൂപ്പിനെ നമ്മളിപ്പോ സെറ്റ് ആക്കും. ഓക്കെ, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി, നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടി വരുന്നുണ്ട്, നമുക്കിപ്പോ ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കാം. സോ 13ാമത്തെ ഗ്രൂപ്പിലുള്ളവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? പി ബ്ലോക്കിലെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 to 6. ആൻഡ് ഇവരുടെ എന്ത് വരും? 13ാമത്തെ ഗ്രൂപ്പിൽ ഉള്ളവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മക്കളെ എന്ത് വരും? യെസ്, NS2 NP1 ആയിരിക്കും അല്ലേ? NS2 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS2 NP1. ഇനി രണ്ടാമത് നമുക്ക് ഇത് ഒന്നാമത്തെയാണ് നമുക്ക് പഠിക്കാനുള്ള അറ്റോമിക് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ. ഇനി അടുത്ത അവരുടെ സൈസ് എന്താണ്? 13ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ ബോറോൺ ഫാമിലിയിലുള്ളവരുടെ സൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? നമുക്കറിയാം, നോർമലി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആൻഡ് പീരിയോഡിസിറ്റി എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും എന്ത് സംഭവിക്കുന്നു? അവരുടെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ആയി വരികയാണ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും അവരുടെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ആയിട്ട് വരുന്നു. സോ ഇവിടെ നോക്കിക്കേ, ഇവരുടെ അറ്റോമിക് സൈസിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഇൻക്രീസ് ആയി വരികയാണെങ്കിൽ നമ്മുടെ ഓർഡർ എങ്ങനെ വരണമായിരുന്നു? ബോറോൺ താഴേക്ക് വരുമ്പോൾ ഇൻക്രീസ് ആവുകയല്ലേ? ഇൻക്രീസ് ആയി വരികയാണ് അറ്റോമിക് സൈസ് എങ്കിൽ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഇങ്ങനെ വരണമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ല അവരുടെ അറ്റോമിക് സൈസ് വേരി ചെയ്യുന്നത്. എന്തുകൊണ്ട്? എന്താണ് ആ വ്യത്യാസം? എന്താണ് അതിനുള്ള റീസൺ? സോ മക്കളെ, ഇവിടുത്തെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ബോറോണിനെക്കാട്ടിയും കൂടുതൽ ആരൊക്കെയാണ്? അലൂമിനിയത്തിനാണ്. ബട്ട് അലൂമിനിയത്തിനെക്കാട്ടിയും കുറവ് ആർക്കാണ്? ഗാലിയത്തിനാണ്. പിന്നെ ഇൻഡിയം, പിന്നെ അതിനെക്കാട്ടിയും കൂടുതൽ താലിയം. അപ്പൊ അതാ വ്യത്യാസം വരുന്നത് ആരുടെ കേസിലാണ്? ഈ അലൂമിനിയത്തിന്റെയും ഗാലിയത്തിന്റെയും കേസിലാണ് വ്യത്യാസമുള്ളത്. ഗാലിയത്തിന് എന്താണ്? അവരുടെ അറ്റോമിക് സൈസ് കുറവാണ്.
കുറവാകാനുള്ള കാരണം എന്താണ്? ഗാലിയത്തിന് ആരുടെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്? അവിടെ 3D ഇലക്ട്രോൺസ് അല്ലേ? ഗാലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയപ്പോൾ കണ്ടതാണ്. അവിടെ D ഇലക്ട്രോൺസ് വരുന്നുണ്ട്, 3D ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പൊ 3D ഇലക്ട്രോൺസിന്റെ റീസൺ ഇങ്ങോട്ട് എഴുതാമേ. 3D ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിങ്, ബിക്കോസ് ഓഫ് ദ പുവർ ഷീൽഡിങ് ഓഫ് 3D ഇലക്ട്രോൺസ്. 3D ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിങ് കാരണമാണ് ഇവരുടെ ഒരു വ്യത്യാസം വരുന്നത്. സോ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കിനി നോക്കാനുള്ളത് എന്താണ്? അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അയോണൈസേഷൻ എൻതാൽപ്പി. സോ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ എങ്ങനെ വരും? ഉറപ്പായിട്ടും അറ്റോമിക് സൈസിന്റെ കാര്യത്തിൽ ഇവിടെ ഒരു റീസൺ, ഒരു വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ? അറ്റോമിക് സൈസിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? യെസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് 3D ഇലക്ട്രോൺസ് ആൻഡ് 3D ഇലക്ട്രോൺസിന് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. 3D ഇലക്ട്രോൺസിന് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ. ഈ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ അല്ലേ ഈ പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് 3D ഇലക്ട്രോൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ്. സോ നമുക്ക് ഇനി എഴുതാനുള്ളത് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. എങ്ങനെ നമുക്ക് അയോണൈസേഷൻ എൻതാൽപ്പി, നമ്മുടെ മൂന്നാമത്തതാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അയോണൈസേഷൻ എൻതാൽപ്പിയെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ഉറപ്പായിട്ടും ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ കോൺട്രാക്ഷന് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ, അതായത് സൈസിന് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ എന്തിനും വ്യത്യാസമുണ്ട്? നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കേസിലും വ്യത്യാസം വരും. സോ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ വ്യത്യാസം, ആ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും? അതിന് നമുക്കൊരു കോഡുണ്ട്. അതിൻ്റെ കോഡാണ്, ഒരു ഓർഡർ ആദ്യം ഞാനൊന്ന് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കോഡ് കിട്ടുമല്ലോ. ഇതാണ് അതിന്റെ കോഡ്. ആദ്യം ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ആർക്കാണ്? ബോറോണിനാണ്. നെക്സ്റ്റ് താലിയം, പിന്നെ ഗാലിയം, പിന്നെ അലൂമിനിയം, പിന്നെ ഇൻഡിയം വരും. അപ്പൊ ഇതിന്റെ കോഡാണ് ബിറ്റിൽഗൈ. ബിറ്റിൽഗൈ എന്നുള്ള ഒരു കോഡ് ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. എന്താണ് ബിറ്റിൽഗൈ? ബിറ്റിൽഗൈ എന്നുള്ളൊരു കാരണം ഒരു കോഡ് നിങ്ങൾ ഉണ്ടാക്കി പഠിച്ചേക്കുക. നോക്കിക്കേ, ഇവിടെ നോക്കിയേ, ആദ്യം ഏറ്റവും കൂടുതൽ വരുന്ന ആർക്കാണ്? ബോറോൺ. പിന്നെ ആർക്ക് വരുന്നു? നമ്മുടെ താലിയം, ദെൻ നമ്മുടെ ഗാലിയം, പിന്നെ അലൂമിനിയം, പിന്നെ ഇൻഡിയം വരുന്നു. അതിനുള്ള റീസൺ ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ 4f ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ഇവിടെയും 4f ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് തന്നെ എന്ത് കുറവാണ്? ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്. അപ്പൊ ആ കോഡ് നിങ്ങൾ ഓർത്തിരിക്കുക, ബിറ്റിൽഗൈ. ബിറ്റിൽഗൈ എന്നുള്ള കോഡാണ് അയോണൈസേഷൻ എനർജിയുടെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ബിറ്റിൽഗൈ അല്ലെ, ബിറ്റിൽഗൈ. ഇനി ബോയിലിംഗ് പോയിന്റിന് വലിയ പ്രയാസമൊന്നുമില്ല. ബോയിലിംഗ് പോയിന്റ് താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഡിക്രീസ് ചെയ്ത് വരും. ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്ത് വരുന്നെങ്കിൽ അതിന്റെ ഓർഡർ എങ്ങനെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, അതേ ഓർഡർ തന്നെയാണ്. ഡിക്രീസ് ചെയ്ത് വരികയാണ്, താഴേക്ക് വരുന്നവർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് വരുന്നു. താലിയത്തിനാണ് ഏറ്റവും കുറവ്. നെക്സ്റ്റ് നമ്മുടെ അഞ്ചാമത്തെ ആള് വന്നിട്ട് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റിനും നമുക്കൊരു കോഡ് ഉണ്ടാക്കി പഠിക്കാം. അപ്പോഴാണ് കുറച്ചും കൂടെ അത് ഈസി ആയിട്ട് മനസ്സിലാവുന്നത്. നമുക്ക് അതിന്റെ ആദ്യം എങ്ങനെയാണെന്നുള്ളത് എഴുതാം. ഇതാണ് അതിന്റെ കോഡ്. ഇനി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം മാക്സിമം ഉള്ളത് നമ്മുടെ ബോറോണിനാണ്, നമ്മുടെ മിനിമം ഉള്ളത് നമ്മുടെ ഗാലിയത്തിനാണ്. ഗാലിയത്തിന് മിനിമം മെൽറ്റിംഗ് പോയിന്റേ ഉള്ളൂ. ഇനി ഇത് നോക്കിക്കേ, ആദ്യം മാക്സിമം മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് ബോറോൺ, മാക്സിമം ഉള്ള ആള്. ഏറ്റവും കുറവാർക്കാണ്? നമ്മുടെ ഗാലിയത്തിന്. അതിനെ ബാറ്റിംഗ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാറ്റിംഗ് എന്നൊരു കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ചേ, ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കും അല്ലേ? സോ മെൽറ്റിംഗ് പോയിന്റ് കുറയും, നമ്മൾ വിയർക്കുന്നു, മെൽറ്റിംഗ് പോയിന്റ് അങ്ങനെ അർത്ഥം മതി. ഓക്കെ, അപ്പൊ ബാറ്റിംഗ് എന്ന കൂടെ കൊടുത്തത് ബാറ്റിംഗ് അല്ലേ, BATIG. ബാറ്റിംഗ് കറക്റ്റ് സ്പെല്ലിംഗ് ഒന്ന് നോക്കി നമുക്ക് കോഡ് സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ബാറ്റിംഗ് എന്ന് ഓർത്താൽ അത് എന്തിന്റെ ഓർഡർ ആണ്? മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ ആണ്. മാക്സിമം ആർക്കാണ് വരുന്നത്? മാക്സിമം വരുന്നത് മിസ്സേ ബോറോണിനാണ്. മിനിമം വരുന്നത് ആർക്കാണ്? മിനിമം വരുന്നത് ഗാലിയത്തിനാണ്. അപ്പൊ അത് സെറ്റായോ? ഓക്കെ ആണോ? ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, മാക്സിമം എന്താണ് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് നമ്മുടെ ബോറോണിനാണ്. മിനിമം വരുന്നത് ആർക്കാണ്? ഓക്കെ, നമ്മുടെ ഗാലിയത്തിനാണ്. സോ ഈ 5 പ്രോപ്പർട്ടി, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള 5 പ്രോപ്പർട്ടിയാണ് 13ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ ബോറോൺ ഫാമിലിയിലെ. ഫസ്റ്റ് വരുന്നത് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇറ്റ് ഈസ് NS2np1 കോൺഫിഗറേഷൻ ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ അറ്റോമിക് സൈസ്? അവരുടെ അറ്റോമിക് സൈസ് ജനറലി ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യണമായിരുന്നു. ഇൻക്രീസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ബട്ട് ഒരു വ്യത്യാസം ആർക്ക് വരുന്നുണ്ട്? ഗാലിയത്തിന് വരുന്നുണ്ട്. ഗാലിയത്തിന്റെ സൈസ് ഒന്ന് കുറയുന്നു. എന്തായുള്ള കാരണം? ഗാലിയത്തിലെ 3D ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 3D ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. അപ്പൊ അവരുടെ സൈസ് ഒന്ന്, അവരുടെ അട്രാക്ഷൻ കൂടുന്നു, സൈസ് ഒന്ന് കുറയുന്നു. അതാണ് റീസൺ. സോ സൈസ് എന്തായാലും വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കാര്യത്തിലും ആ ഒരു വ്യത്യാസമുണ്ട്. അതിനുള്ള കോഡ് എന്താണ്? ബിറ്റിൽഗൈ. അപ്പൊ മാക്സിമം ആർക്ക് വരുന്നു? ബോറോൺ,
ദെൻ താലിയം, ദെൻ ഗാലിയം, ദെൻ അലൂമിനിയം ആൻഡ് ഇൻഡിയം. എന്താണ് ആ ഒരു ബിറ്റിൽ ഗൈ എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ ഓർത്താൽ നിങ്ങൾ അതിന്റെയാണ്. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പി ഓർക്കുമ്പോഴേ 11ാമത്തെ ഗ്രൂപ്പിൽ ഓർക്കേണ്ട കോഡ് എന്താണ്? ബിറ്റിൽ ഗൈ. ബിറ്റിൽ ഗൈ ആകുമ്പോൾ ബോറോൺ മാക്സിമം, ദെൻ താലിയം, പിന്നെ ബിറ്റിൽ ഗൈ ആണ് നമ്മുടെ ഓർഡർ. അപ്പം ഗാലിയം, അലൂമിനിയം ആൻഡ് ഇൻഡിയം. സെറ്റാണേ, ബിറ്റിൽ ഗൈ നമുക്ക് ഓക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ എന്താണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു? ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് അലോങ് ദ ഗ്രൂപ്പ്. താഴേക്ക് വരുന്തോറും ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ മാക്സിമം മാർക്ക് വരുന്നു ബോറോൺ, ദെൻ അലൂമിനിയം, ദെൻ ഗാലിയം, ഇൻഡിയം, താലിയം. താഴേക്ക് വരുന്തോറും ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്ത് വരുന്നു. ദെൻ 5ാമത്തെ നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് മെൽറ്റിംഗ് പോയിന്റ്. ഏത് കോഡ് ഓർക്കണം? ബാറ്റിംഗ്. മാക്സിമം വരുന്നത് ആർക്ക്? ബോറോണിന്. മിനിമം വരുന്നത് ആർക്ക്? ഗാലിയത്തിന്. മക്കളെ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ഓർഡർ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ മാക്സിമം മിനിമം എങ്കിലും ഒരു ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സെറ്റാണേ, ഓക്കെ ആണേ. ഒരു പാടില്ല, നിങ്ങളൊരു കോഡ് ഉണ്ടാക്കിയാൽ മതി. 5 ഫിസിക്കൽ പ്രോപ്പർട്ടി ഉള്ളൂ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം, സൈസ് അറിയണം, അയോണൈസേഷൻ എൻതാൽപ്പി അറിയണം, മെൽറ്റിംഗ് പോയിന്റ് അറിയണം, ബോയിലിംഗ് പോയിന്റ് അറിയണം. അതിന്റെ വ്യത്യാസം എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ സൈസിന്റെ വ്യത്യാസം ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ആണ്. ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഒക്കെ പഠിച്ചാണ്. ഇവിടെ നമുക്ക് ലാന്തനോയിഡ് കോൺട്രാക്ഷനും എഴുതാം അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കേസിൽ. സെറ്റാണേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ബിറ്റിൽ ഗൈ എന്നുള്ള ഒരു കോഡ് ഓർത്താൽ നിങ്ങൾ എന്ത് എഴുതാൻ പറ്റും? മെൽറ്റിംഗ് പോയിന്റ് എഴുതാനായിട്ട് സാധിക്കും. സെറ്റാണേ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 13th ഗ്രൂപ്പ് കഴിഞ്ഞു നമുക്ക് 14th ഗ്രൂപ്പിലേക്ക് പോവാലോ. സോ വി ആർ മൂവിംഗ് ടു ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് 14th ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്കെ, സോ വി ആർ മൂവിംഗ് ടു ദ 14th ഗ്രൂപ്പ്. നമുക്ക് 14ാമത്തെ ഗ്രൂപ്പിലുള്ളവരെ പറ്റിയിട്ട് നോക്കാം. 14ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആരാണ്? യെസ്, നമ്മുടെ കാർബൺ ഫാമിലിയാണ് അല്ലെ. നമ്മുടെ കാർബൺ ഫാമിലിയാണ് 14ാമത്തെ ഗ്രൂപ്പിൽ പെട്ടവർ. അപ്പൊ ആരൊക്കെയാണ് 14ാമത്തെ ഗ്രൂപ്പ്? 14ാമത്തെ ഗ്രൂപ്പിന്റെ കോഡ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 14ാമത്തെ ഗ്രൂപ്പിന്റെ കോഡ് കാർബൺ. കെമിസ്ട്രി സർ ഗീവ്സ് സ്ട്രോങ് പ്രോബ്ലംസ്. അപ്പൊ ഏതൊക്കെയാണ്? കാർബൺ, കാർബൺ, നെക്സ്റ്റ് സിലിക്കൺ, ജെർമേനിയം, ജെർമേനിയം സ്ട്രോങ് പ്രോബ്ലംസ്, ടിന്ന്, ലെഡ്. ഓക്കെ അല്ലേ? ടിന്ന്, ലെഡ്, ഇതാണ് നമ്മുടെ കാർബൺ ഫാമിലി. സോ കാർബൺ ഫാമിലിയിലെ ആദ്യത്തെ ആള് നമ്മുടെ കാർബൺ. അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മളോട് ആദ്യം എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? കാർബണിന്റെ ജനറൽ ഇലക്ട്രോണിക്, കാർബണിന്റെ 14th ഗ്രൂപ്പിന്റെ NS2NP2 വരും അല്ലെ. NS2NP2. കാരണം 13th ഗ്രൂപ്പ് എന്തായിരുന്നു? NS2NP1. അപ്പൊ 14th ഗ്രൂപ്പിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS2NP2. ഇനി അവരുടെ അറ്റോമിക് സൈസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് എന്താ ചെയ്യുക? അറ്റോമിക് സൈസ് ഇൻക്രീസ് അല്ലേ. സോ ഇവിടെയും അറ്റോമിക് സൈസ് ഇൻക്രീസ് ആണ്. കാർബണിന് എന്താണ്? താഴേക്ക് വരുന്നതോറും കാർബണിന് കുറവ്. ദെൻ സിലിക്കൺ, ദെൻ ആര് എന്താണ്? ജെർമേനിയം, ടിന്ന്, ദെൻ ലെഡ്. ഓക്കെ അല്ലേ? ടിന്ന്, ലെഡ്. എങ്ങനെ ആയിരിക്കും? ഇനി എങ്ങനെയാണ് അവരുടെ അയോണൈസേഷൻ എൻതാൽപ്പി? അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കേസിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമുക്കറിയാം ഇതിന്റെ ഓപ്പോസിറ്റ് വരും അല്ലെ. സൈസ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ കാർബൺ ആണ്, ദെൻ സിലിക്കൺ, ദെൻ ജെർമേനിയം. ഇവിടെ വരെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ടിന്നിന്റെ ലെഡിന്റെ കേസിൽ ഇത് കുറച്ച് നേരെ ഇതാ ഇങ്ങനെ വരും. ആർക്കാണ് കൂടുതൽ? ലെഡിനാണ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വരുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്താണ്? എഫ് ഇലക്ട്രോൺസ്, 4f ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണമാണ് അല്ലെ. പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പുവർ ഷീൽഡിംഗ് ഓഫ് 4f ഇലക്ട്രോൺസ്. 4f ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് കാരണമാണ് അവിടെ ഒരു വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി, സൈസ് ആയി, അയോണൈസേഷൻ എൻതാൽപ്പി ആയി. എങ്ങനെയാണ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ്. താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്തു വരുന്നു. ഇനി 5ാമത്തെ നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ പഠിച്ച അയോണൈസേഷൻ എൻതാൽപ്പിയുടെ സെയിം ആണ്. ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ നോക്കിക്കേ, 14th ഗ്രൂപ്പ് നമ്മുടെ കാർബൺ ഫാമിലി, നമ്മുടെ എന്തൊക്കെയാണ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. അവരുടെ കാര്യം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ NS2NP2 ആണ്. അവരുടെ സൈസ് എങ്ങനെയാണ്? ആ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ കാർബണിനാണ് ഏറ്റവും കുറവ്. ഏറ്റവും ഗ്രേറ്റർ ആര് വരുന്നു? നമ്മുടെ ലെഡ് വരുന്നു. നെക്സ്റ്റ് അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി നോക്കുകയാണെങ്കിൽ താഴേക്ക് വരുന്നവരും കുറഞ്ഞു വരികയാണ്. ബട്ട് ഒരു വ്യത്യാസം വരുന്നത്, ഒരു എക്സെപ്ഷൻ വരുന്നത് ആരാണ്? ടിന്നിന്റെയും ലെഡിന്റെയും കേസിലാണ്. ആർക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ? ലെഡിനാണ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വരുന്നതിന് കാരണം എന്ന് പറയുന്നത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ദ പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് 4f ഇലക്ട്രോൺസ്. നെക്സ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. ബോയിലിംഗ് പോയിന്റ് എങ്ങനെയാ താഴേക്ക് വരുന്നത് ഒരു ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നത്? ദ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു. ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാണ്. എങ്ങനെയാണ് മെൽറ്റിംഗ് പോയിന്റ്?
അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാണോ വേരി ചെയ്യുന്നത് സെയിം പാത്ത് തന്നെയാണ് ആരും ഫോളോ ചെയ്യുന്നത്, നമ്മുടെ എന്താണ് മെൽറ്റിംഗ് പോയിന്റും ഫോളോ ചെയ്യുന്നത്. സോ നമ്മുടെ 14ാമത്തെ ഗ്രൂപ്പിന്റെ 5 ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കാനുണ്ട് കേട്ടോ. കെമിക്കൽ പ്രോപ്പർട്ടി നമുക്കുണ്ട്. നമ്മൾ 5 ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതൊക്കെയാ? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സൈസ്, അയണൈസേഷൻ എൻതാൽപ്പി, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്. സെറ്റ് ആണ്. 13th ഗ്രൂപ്പിലെയും 14th ഗ്രൂപ്പിലെയും ഈ പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് 15ാമത്തെ ഗ്രൂപ്പ് കൂടി നോക്കാം. 15ാമത്തെ ഗ്രൂപ്പ് ആരാണ്? നമ്മുടെ നൈട്രജൻ ഫാമിലി അല്ലേ? നമ്മുടെ നൈട്രജൻ ഫാമിലി ആരൊക്കെയാണ്? അല്ലെങ്കിൽ നിക്ടോജൻസ് നമ്മൾ വിളിക്കും. എന്താണ്? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത് അല്ലെ? നമ്മളെന്താ നീന പാട്ടിയും ഐശ്വര്യ ആന്റിയും ബിസ്ക്കറ്റ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ എന്താ? നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് നമ്മുടെ 15ാമത്തെ ഗ്രൂപ്പാണ് നമ്മുടെ നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നിക്ടോജൻസ്. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS2 NP3 ആണ് അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 15ാമത്തെ ഗ്രൂപ്പിന്റെ അല്ലെ? നൈട്രജൻ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം നൈട്രജന്റെ 7 ആണ് അല്ലെ? അപ്പൊ 1s2 2s2 2p3. സോ NS2 NP3. ഇവിടെ വരുമ്പം 3s2 3p3 എന്ന് വരും. ഇവിടെ വരുമ്പോ 4s2 4p3 എന്ന് വരും. അപ്പൊ പി ബ്ലോക്ക് 15ാമത്തെ ഗ്രൂപ്പിന്റെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? NS2 NP3 സെറ്റ് ആണ്. ഇനി അവരുടെ സൈസ് എങ്ങനെയാണ്? സൈസ് ഇൻക്രീസസ് ഫ്രം നൈട്രജൻ ടു ബിസ്മത്ത്. താഴേക്ക് വരുന്തോറും എന്താണ്? ആ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്തു വരുന്നു. യാതൊരു വ്യത്യാസങ്ങളൊന്നുമില്ല, എക്സെപ്ഷൻസ് ഒന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെ വേരി ചെയ്യുന്നേ? along the group അയോണൈസേഷൻ എൻതാൽപ്പി ഇവിടെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? ഡിക്രീസസ് along the group. ഗ്രൂപ്പിൽ അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് ആണ്. ഇതുവരെ ഉള്ളതിലും ബോയിലിംഗ് പോയിന്റ് യാതൊരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് ഉണ്ട്. അവിടെ നോക്കിക്കേ, നൈട്രജൻ തൊട്ട് നമ്മുടെ ആന്റിമണി വരെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇൻക്രീസസ് ഫ്രം നൈട്രജൻ, അങ്ങനെ തന്നെ എഴുതിക്കോ. ഇൻക്രീസസ് ഫ്രം നൈട്രജൻ ടു ആന്റിമണി. നൈട്രജൻ ടു ആന്റിമണി അവരെന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ആന്റിമണിയും ബിസ്മത്തും നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ വരുന്നത്? ആന്റിമണിക്കാണ് കൂടുതൽ വരുന്നത്. ഓക്കെ. സോ ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, ഇൻക്രീസ് ചെയ്യുന്നു. നൈട്രജൻ ടു ആന്റിമണി ഇൻക്രീസ് ചെയ്യുന്നു. ബട്ട് എന്ത് പറ്റി? ഇവിടെ വരുമ്പം ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആർക്കാണ് എക്സെപ്ഷൻ? നമ്മുടെ ആന്റിമണിയുടെയും ബിസ്മത്തും നമ്മൾ നോക്കുമ്പം ആർക്കാണ് കൂടുതൽ? ആന്റിമണിക്കാണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ, അതാണ് ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് പറയുന്നത്. നോർമലി താഴേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈട്രജൻ ടു ആന്റിമണി ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. എവിടെ വന്നപ്പോഴാ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മുടെ ആന്റിമണിയുടെയും ബിസ്മത്തിന്റെയും കേസിലാണ് ആ ഒരു ഡിഫറൻസ് നമുക്ക് കണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് വരുന്നത് നമ്മുടെ നൈട്രജന് തന്നെയാണ്. ദെൻ ഫോസ്ഫറസ് വരുന്നു, പിന്നെ ആര് വരുന്നു? നമ്മുടെ ബിസ്മത്ത് വരുന്നു. ഇനി ഏറ്റവും കുറവ് ആർസെനിക് ആണ്. സോ ആന്റിമണി, ദെൻ ആര് വരും? ആർസെനിക് വരും. ഓക്കെ, അപ്പം നമ്മുടെ ഓർഡർ എങ്ങനെയാണ്? നൈട്രജൻ ഏറ്റവും കുറവ്, ദെൻ ആര് വരുന്നു? ഫോസ്ഫറസ് വരുന്നു, പിന്നെ നമ്മുടെ ബിസ്മത്ത് വരുന്നു, നെക്സ്റ്റ് ആന്റിമണി, ദെൻ ആർസെനിക് വരുന്നു. ഇതാണ് നമ്മുടെ എന്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്? മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ. സോ 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ നിക്ടോജൻസിലെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സൈസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? അവരുടെ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്തു വരുന്നു. ഇനി അയോണൈസേഷൻ എൻതാൽപ്പി എന്താണ്? ഡിക്രീസ് ചെയ്തു വരുന്നു. ബോയിലിംഗ് പോയിന്റ് നോർമലി ഇൻക്രീസ് ചെയ്തു വരുന്നു. നമ്മുടെ എന്ത് വരെ? നമ്മുടെ ആന്റിമണി വരെ യാതൊരു വ്യത്യാസമില്ല. ബട്ട് ആന്റിമണിയും ബിസ്മത്തും നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ആർക്കാണ്? ആന്റിമണിക്കാണ് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിട്ട് വരുന്നത്. സാധാരണ എന്താണ്? ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ബിസ്മത്തിന് കൂടുതൽ വരണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ആന്റിമണിക്കാണ് ഇൻക്രീസ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് കേസ് എങ്ങനെയാണ്? മെൽറ്റിംഗ് പോയിന്റ് ആർക്കാണ് കൂടുതൽ? അതിന്റെ ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി നിങ്ങൾ സെറ്റ് ചെയ്ത് പഠിച്ചു വെക്കണേ നല്ലത്. നൈട്രജൻ ഏറ്റവും കുറവാണ്, ആർസെനിക്കിനാണ് ഏറ്റവും മാക്സിമം മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. നൈട്രജനേക്കാൾ കൂടുതൽ ഫോസ്ഫറസ്, അതിനേക്കാൾ കൂടുതൽ ബിസ്മത്ത്, നെക്സ്റ്റ് നമ്മുടെ ആന്റിമണി, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആർസെനിക്. ആ ഒരു കോഡ് ഉണ്ടാക്കിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ് മെൽറ്റിംഗ് പോയിന്റിന്റെ ഒക്കെ ഓർഡർ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ.
സോ നൈട്രജൻ, ഫോസ്ഫറസ്, ബിസ്മത്ത്, എന്താണ് ആന്റിമണി ആൻഡ് ആർസനിക്. ഇതാണ് നമ്മുടെ മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ. സോ 15ാമത്തെ ഗ്രൂപ്പിലെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് മനസ്സിലായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ 13ാമത്തെ ഗ്രൂപ്പിലെ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു, 14ാമത്തെ ഗ്രൂപ്പിലെ പഠിച്ചു, അത് കഴിഞ്ഞ് 15ാമത്തെ ഗ്രൂപ്പിന് നമുക്ക് 16ാമത്തെ ഗ്രൂപ്പിലേക്ക് പോകാം. അപ്പൊ ഏതൊക്കെയായിരുന്നു? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സൈസ്, അയണൈസേഷൻ എൻതാൽപ്പി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. സെറ്റ് ആണ്. 13ാമത്തെ ഗ്രൂപ്പിൽ നമ്മുടെ എന്താണ് കോഡൊക്കെ പഠിച്ച ഗ്രൂപ്പാണ്. 13ാമത്തെ ഗ്രൂപ്പ് നമ്മുടെ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയത്തിന്റെ കേസ് ഒന്ന് ഓടിച്ച് നോക്കിക്കേ. നമ്മൾ 13ാമത്തെ ഗ്രൂപ്പിൽ പറഞ്ഞത് യെസ്, നമ്മൾ 13ാമത്തെ ഗ്രൂപ്പിൽ NS2NP1 ആയിരുന്നു. അത് നമ്മുടെ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ കാരണം സൈസിൽ വ്യത്യാസം വരുന്നു. അയണൈസേഷൻ എൻതാൽപ്പിയുടെ കോഡ് ബിറ്റിൽ ഗൈ ആയിരുന്നു. ദെൻ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നത് പോട്ടെ, മെൽറ്റിംഗ് പോയിന്റിന്റെ കേസ് ബാറ്റിംഗ് എന്നുള്ള കോഡാണ് നമ്മൾ പഠിച്ചത്. ഇനി 14ാമത്തെ ഗ്രൂപ്പിൽ NS2NP2 ആയിരുന്നു. അതിന്റെ ഓർഡർ, ഇതിന്റെ ഓർഡർ എങ്ങനെ താഴേക്ക് വരുന്തോറും സൈസിന്റെ കാര്യത്തിൽ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇനി അയണൈസേഷൻ എൻതാൽപ്പി ആണെങ്കിൽ എന്താണ് ഡിക്രീസ് ചെയ്ത് വരണം. ബട്ട് ലാറ്ററൈറ്റ് കോൺട്രാക്ഷൻ കാരണം ഈ ടിന്നിന്റെ ലെഡിന്റെ കേസിൽ വ്യത്യാസമുണ്ട്. ബോയിലിംഗ് പോയിന്റ് എന്നാണ് ഡിക്രീസ് ചെയ്യാണ്. അയണൈസേഷൻ എൻതാൽപ്പി പോലെ തന്നെയാണ് എന്തിന്റെ ഓർഡർ? മെൽറ്റിംഗ് പോയിന്റ് ഓർഡർ. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചു 15ാമത്തെ ഗ്രൂപ്പ്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ടു ദ 16th ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ 16th ഗ്രൂപ്പ്. നമ്മൾ 16th ഗ്രൂപ്പിലേക്ക് പോവാണ്. സോ 16th ഗ്രൂപ്പ്. സോ വി ആർ മൂവിങ് ടു ദ 16th ഗ്രൂപ്പ്. സോ 16th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഏതാണ് 16th ഗ്രൂപ്പിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? യെസ്, NS2NP4 ആണ് അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് അവരുടെ സൈസ് എങ്ങനെയാണ്? ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ നമുക്കറിയാം സൈസ് ഇൻക്രീസസ്. ആൻഡ് വാട്ട് അബൌട്ട് ദ അയോണൈസേഷൻ എങ്ങനെയാണ്? ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ, ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ അയോണൈസേഷൻ എനർജി എങ്ങനെയാ ചെയ്യുന്നത്? അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യാണ്. ഇനി ബോയിലിംഗ് പോയിന്റ് കാര്യം നോക്കിക്കേ. ബോയിലിംഗ് പോയിന്റ് ദാറ്റ് ഈസ് ഫ്രം 16th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ 16th ഗ്രൂപ്പ് എന്ന് പറയുന്നത്? യെസ്, നമ്മുടെ ഓക്സിജൻ ഫാമിലി ആണ് അല്ലേ? 16th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓക്സിജൻ ഫാമിലിയാണ്. ഏതൊക്കെയാണ് മെമ്പേഴ്സ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം അല്ലേ നമ്മുടെ 16th ഗ്രൂപ്പ് ഫാമിലി, അതായത് നമ്മുടെ ചാക്കോജൻ ഫാമിലി എന്ന് പറയുന്നത്. സോ ഇവരുടെ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഫ്രം ഓക്സിജൻ ടു ടെലൂറിയം എന്ത് സംഭവിക്കും എന്നറിയാമോ? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. എവിടെ നിന്നിട്ട്? ഓക്സിജൻ ടു ടെലൂറിയം വരെ വരുമ്പോഴത്തേനും ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടെലൂറിയം ആൻഡ് പൊളോണിയം ആരാണ് കൂടുതൽ? ടെലൂറിയം ഈസ് ഗ്രേറ്റർ ദാൻ പൊളോണിയം ഇൻ ദ കേസ് ഓഫ് ബോയിലിംഗ് പോയിന്റ്. അതൊരു എക്സെപ്ഷൻ ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വച്ചിരിക്കുക. ഓക്കെ. ഇനി എങ്ങനെയാണ് അവരുടെ ബോയിലിംഗ് പോയിന്റിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെയും ഇവിടെ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ആർക്കാണ്? ഓക്സിജൻ ആണ്. ദെൻ ആർക്കാണ്? സൾഫറിനാണ്. അടുത്ത ആർക്കാണ്? സെലീനിയത്തിനാണ്. അടുത്ത ആർക്കാണെന്ന് അറിയോ? പൊളോണിയത്തിനാണ്. ദെൻ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ടെലൂറിയം എന്ന് പറയുന്നത്. സോ ഇതാണ് മെൽറ്റിംഗ് പോയിന്റിന്റെ അവരുടെ വേരിയേഷൻ എന്ന് പറയുന്നത്. സോ ബോയിലിംഗ് പോയിന്റ് ഓക്സിജൻ ടു ടെലൂറിയം ഇൻക്രീസ് ചെയ്യുന്നു. പൊളോണിയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടെലൂറിയത്തിനാണ് കൂടുതൽ. നെക്സ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് വരുമ്പോഴത്തേക്കും താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്ത് വരുന്നു. അവിടെയും ആർക്കാണ് വ്യത്യാസം വരുന്നത്? നമ്മുടെ പൊളോണിയത്തിനാണ് അവിടെയും വ്യത്യാസം വരുന്നത്. സെറ്റാണല്ലോ? ഓക്കെ ആണ്. ഇത്രയേ ഉള്ളൂ 16th ഗ്രൂപ്പിലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഏതാണ്? യെസ്, നമ്മുടെ 17th ഗ്രൂപ്പിലെ 17th ഗ്രൂപ്പ്. ആരാണ് 17th ഗ്രൂപ്പ്? യെസ്, നമ്മുടെ ഹാലജൻ ഫാമിലി അല്ലേ? നമ്മുടെ ഹാലജൻ ഫാമിലി ആരൊക്കെയാണ് മെമ്പേഴ്സ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. ഇവരാണ് നമ്മുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? നമുക്കിപ്പോൾ അറിയാം അല്ലേ? NS2NP5 ആണ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ സൈസ് എങ്ങനെയാണ് ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്നത്? യെസ്, സൈസ് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു. വാട്ട് അബൌട്ട് ദ അയോണൈസേഷൻ എൻതാൽപ്പി? അയോണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്? ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കാണ് കൂടുതൽ? ക്ലോറിൻ ആണ് കേട്ടോ കൂടുതൽ. ക്ലോറിൻ കഴിഞ്ഞിട്ട് ഫ്ലൂറിൻ, ദെൻ ആറ് വരും, ദെൻ നമ്മുടെ ബ്രോമിൻ, ദെൻ നമ്മുടെ അയഡിൻ വരും. ഇങ്ങനെയാണ് ഇലക്ട്രോൺ അഫിനിറ്റിയുടെ ഓർഡർ. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, മക്കളെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത് ആർക്കാണ്? ഫ്ലൂറിൻ ആണെന്ന് നമുക്കറിയാം. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. കാരണം ഫ്ലൂറിൻ ആണ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്നറിയാം. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും കേസാണ്. മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും കേസ്. സോ നമുക്കത് അയോണുകളായിട്ടുള്ളതും നേരെ മറിച്ച് നമ്മുടെ
സോറി അയോൺ അല്ല, നമ്മുടെ മോളിക്യൂൾ ആയിട്ടുള്ളതും ആറ്റമായിട്ട് നിൽക്കുന്നതിന്റെ രണ്ടിന്റെയും കമ്പയർ ചെയ്ത് നോക്കാം, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. ഓക്കെ, സോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമ്മൾ പറയുകയാണെങ്കിൽ ഈ എഫ് തൊട്ട്, അതായത് ഫ്ലൂറിൻ തൊട്ട് അയഡിൻ വരെ ഇൻക്രീസ് ചെയ്യാണ്. ഇൻ കേസ് ഓഫ് ആർക്ക്, നമ്മുടെ മോളിക്യൂൾ ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടിനും കേട്ടോ, രണ്ടിനും എന്ത് ചെയ്യാണ്, മോളിക്യൂൾ ആയിട്ട് നിൽക്കുമ്പോൾ ഫ്ലൂറിൻ ടു അയഡിൻ, ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യണം. ഇനി എന്താണ് ഈ BDE എന്ന് വിളിച്ച് കൊടുത്തേക്കുന്ന, ഇറ്റ് ഈസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓർ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ബോണ്ട് ഡിസോസിയേഷൻ, ബോണ്ട് ഡിസോസിയേഷൻ എങ്ങനെയാണ് നമ്മുടെ ഹാലജനില്, അതായത് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിന്റെ കേസിൽ ആർക്കാണ് കൂടുതൽ? യെസ്, Cl2 ക്ലോറിൻ മോളിക്യൂളിനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ വരുന്നത് നമ്മുടെ ബ്രോമിൻ മോളിക്യൂള്, ദെൻ നമ്മുടെ ഫ്ലൂറിൻ മോളിക്യൂൾ വരും. ലാസ്റ്റ് ആണ് നമ്മുടെ ആര് വരുന്നത്? യെസ്, അയഡിൻ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? റീസൺ അറിയോ? എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലോൺ പെയർ റിപ്പൽഷൻ കാരണമാണ്. ലോൺ പെയർ റിപ്പൽഷൻ കാരണമാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ അറ്റോമിക് പ്രോപ്പർട്ടി ആരുടെ കേസിൽ? 17th ഗ്രൂപ്പിലെ ആളുകളുടെ കേസിൽ, 17th ഗ്രൂപ്പ്. ദെൻ നമുക്ക് നോക്കാനുള്ളത് ആരാണ് ഇനി? ഓക്കെ, നമുക്ക് 18th ഗ്രൂപ്പ് വരുന്നുണ്ട്. 18th ഗ്രൂപ്പ് നമുക്ക് നമ്മുടെ ഈ അറ്റോമിക് പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് കെമിക്കൽ പ്രോപ്പർട്ടി പറയുമല്ലോ. കെമിക്കൽ പ്രോപ്പർട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തിന്റെയും കൂടെ പറയാം. അതായത് 18th ഗ്രൂപ്പിലെ നോബൽ ഗ്യാസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും നമുക്ക് ഒറ്റ സ്ലൈഡിൽ ഒന്നിച്ച് പറയാം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ ടോപ്പിക്സ് ടു ലേണിൽ കണ്ടായിരുന്നു, നമുക്ക് പഠിക്കാനുള്ള ഇൻട്രഡക്ഷൻ ഭാഗം ഉണ്ടായിരുന്നു. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ദെൻ അത് കഴിഞ്ഞിട്ടാണ് കെമിക്കൽ പ്രോപ്പർട്ടി, ആൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് അനോമലസ് ബിഹേവിയർ വരുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതെല്ലാം കൂടെ ചുരുക്കി നമുക്ക് ഒറ്റ സ്ലൈഡിൽ ഒന്ന് ചുരുക്കി കാണുകയാണ് പറഞ്ഞിരിക്കുന്നത്. സോ സൈസ് ഉണ്ട്, ഇവിടെ അയണൈസേഷൻ എനർജി ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. സോ നോക്കിക്കേ, സൈസ് എങ്ങനെയാണ്, ഓരോ ഗ്രൂപ്പിന്റെ കാര്യവും നമ്മൾ ഇത്രയും പറഞ്ഞു, നമ്മുടെ പി ബ്ലോക്കിലുള്ള ഈച്ച് ഗ്രൂപ്പിന്റെ കാര്യവും ഇവിടെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. നോക്കിക്കേ, സൈസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ടോപ്പ് ടു ബോട്ടം സൈസ് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ, 14 to 18 ഇൻക്രീസ് ചെയ്യാണ്. ആകെ വ്യത്യാസം വരുന്നത് നമ്മുടെ ബോറോൺ ഫാമിലി ഗ്രൂപ്പ് 13ന്റെ കാര്യത്തിൽ മാത്രമേ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം ഗ്രൂപ്പ് 13 മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം. അതിന്റെ ആ ഒരു ഗാലിയത്തിനുള്ള സൈസ് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ. ഇനി എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്? യെസ്, ഡ്യൂ ടു ട്രാൻസിഷൻ കോൺട്രാക്ഷൻ. എന്താണ് ഡ്യൂ ടു? ട്രാൻസിഷൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് ഓഫ് 3D ഇലക്ട്രോൺസ്. 3D ഇലക്ട്രോൺസ് അവിടെ ഉണ്ടല്ലേ ഗാലത്തിന്റെ കേസിൽ. അപ്പൊ ഗാലത്തിന്റെ കേസിൽ ഡി ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് കാരണമാണ് അവിടെ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു, അതിന്റെ സൈസ് അത് ഡിക്രീസ് ചെയ്യുന്നു. അവിടെ മാത്രമേ ഒരു സൈസിന്റെ വേരിയേഷൻ വരുന്നുള്ളൂ അല്ലേ. സോ ആ ഗ്രൂപ്പ് 13ന്റെ സൈസിന്റെ വേരിയേഷൻ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതിന്റെ റീസൺ ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? സോ ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നോക്കിക്കേ, നമ്മുടെ അയണൈസേഷൻ എനർജി സൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അയണൈസേഷൻ എനർജി എങ്ങനെയാണ്? 15th തൊട്ട് 18th ഗ്രൂപ്പ്, അതായത് നമ്മുടെ നോർമൽ ഗ്യാസസ് വരെ അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഡിക്രീസ് ചെയ്ത് വരികയാണ്. സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. പക്ഷെ 13th ഗ്രൂപ്പിനും 14th ഗ്രൂപ്പിനും മാത്രമേ നമ്മൾ ആ ഒരു എക്സെപ്ഷൻ കണ്ടിട്ടുള്ളൂ അല്ലെ. 13th ഗ്രൂപ്പിൽ ഉറപ്പായിട്ട് എക്സെപ്ഷൻ വരും, നമ്മുടെ സൈസിലെ വേരിയേഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടുത്തെയും റീസൺ എന്ത് തന്നെ വരും? ഇറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ദ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ. ഇനി എന്താണ് ട്രാൻസിഷൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പുവർ ഷീൽഡിംഗ് ഓഫ് 3D ഇലക്ട്രോൺസ്. 3D ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിംഗ് ആണ് അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലേ. സോ ഇനി ലാസ്റ്റ് വന്നിട്ട് ടാലിയത്തിന്റെയും നമ്മുടെ ലെഡിന്റെയും വേരിയേഷന് കാരണം എന്താണ്? അത് ട്രാൻസിഷൻ കോൺട്രാക്ഷൻ അല്ല, ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്തുകൊണ്ടാണ് ഇനി ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വരുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ poor shielding of 4f electrons. 4f electronsന്റെ poor shielding കാരണമാണ് അവിടെ സൈസ് അവിടെ അയണൈസേഷൻ എനർജിയിലൂടെ വേരിയേഷൻ ഉണ്ടാവുന്നത്. സോ അയണൈസേഷൻ എനർജിയുടെ ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, അറ്റോമിക് പ്രോപ്പർട്ടി സെറ്റ് ആയേ, സൈസും അയണൈസേഷൻ എനർജിയും ഒക്കെ ആയോ? സൈസും അയണൈസേഷൻ എനർജിയും യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പോവാം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് നോക്കിക്കേ, 13-14 ഗ്രൂപ്പിന് മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? 13-14 ഗ്രൂപ്പിന് മെൽറ്റിംഗ് പോയിന്റ് താഴേക്ക് വരുന്നതോറും ഡിക്രീസ് ചെയ്യുന്നു. എന്നാൽ 15 to 18 മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഓരോന്നിന്റെയും നമ്മുടെ 13, 14, 15, 16
അതിന്റെ ഓരോന്നിന്റെയും മെൽറ്റിംഗ് പോയിന്റ് വേരിയേഷൻ നോക്കിക്കേ. മെൽറ്റിംഗ് പോയിന്റ് 1, 2, 3, 4, 5 എന്നവിടെ കൊടുത്തിരിക്കുന്നു. അപ്പം ആ 1 എന്ന് പറയുന്നത് അതിന്റെ ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1 എവിടെ വരുന്നു, അത് കഴിഞ്ഞിട്ട് ആര് വരുന്നു, 5ാമത്തെ പൊസിഷൻ. ഇവിടെ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ആർക്കാണ്? നമ്മുടെ 13th ഗ്രൂപ്പിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് ആർക്കാണ്? യെസ്, നമ്മുടെ ആർക്കാണ് വരുന്നത്? നമ്മുടെ ബോറോണിനാണ്. നെക്സ്റ്റ് ഏറ്റവും കുറവ് ആർക്കാണ് വരുന്നത്? യെസ്, ഗാലിയത്തിനാണ് ഏറ്റവും കുറവ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ 14th ഗ്രൂപ്പിന്റെ കേസ് നോക്കിയാൽ എങ്ങനെയാണ്? നമ്മുടെ 14th ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കാർബണിനാണ്. ഏറ്റവും കുറവ് വരുന്നത് ആരാണ്? ടിന്നിനാണ് ഏറ്റവും കുറവ് വരുന്നത്. ഇനി 15th ഗ്രൂപ്പിന്റെ കേസിൽ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത് ആർക്കാണ്? യെസ്, നമ്മുടെ ആർസനിക്കിനാണ്. നെക്സ്റ്റ് ഏറ്റവും കുറവ് വരുന്നത് നൈട്രജൻ ആണ്. ഓക്കെ ആണേ, സെറ്റാണ്. 16th ഗ്രൂപ്പിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ആർക്കാണ്? ഓക്സിജന് വരുന്നു. ഏറ്റവും കുറവ് ടെലൂറിയത്തിന് വരുന്നു. നെക്സ്റ്റ് 17th and 18th ഗ്രൂപ്പിൽ എങ്ങനെയാണ്? ആ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ആകുന്നു. സോ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റിന്റെ ജനറലി ഉള്ളത് മൊത്തത്തിൽ നമ്മൾ പഠിച്ച അറ്റോമിക് ഫിസിക്കൽ പ്രോപ്പർട്ടി ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. സെറ്റല്ലേ? നോക്കിക്കേ, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കേസിൽ 13th 14th ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യുന്നു ആൻഡ് 15 to 18 ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അത് സെറ്റാണ്. നെക്സ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കേസ് ഓരോന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 17 and 18 ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്യുന്നു. ബാക്കിയുള്ളതിന്റെ ആ വേരിയേഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഡെൻസിറ്റി എങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. ദെൻ വാട്ട് അബൌട്ട് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി? ഓരോന്നിലെയും 13th 14th 15 16 and 17th ഗ്രൂപ്പിലെയും പറഞ്ഞിട്ടുണ്ട്. താഴേക്ക് വരുന്നതോറും എന്ത് സംഭവിക്കുന്നു അതിന്റെ ഓർഡറും കൊടുത്തിട്ടുണ്ട്. സെറ്റാണ്. അപ്പോൾ ഒറ്റ സ്ലൈഡിൽ നമ്മൾ ഇത്രയും പഠിച്ച അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ചുരുക്കി കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്? യെസ്, ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പാർട്ട്, അവിടെ നമ്മുടെ ഇനേർട്ട് പെയർ എഫക്ട് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ അറ്റോമിക് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അവിടെയാണ് നമ്മൾ ഈ സൈസും അയോണൈസേഷൻ എനർജിയും ഡെൻസിറ്റിയും മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഇതിന്റെ എല്ലാം ഓരോ ഗ്രൂപ്പിലെയും 13 to 17 വരെയുള്ള എല്ലാ ഗ്രൂപ്പിലെയും നമ്മൾ പഠിച്ചു. 18th ഗ്രൂപ്പിലെ കെമിക്കൽ റിയാക്ടിവിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് പഠിക്കും. ഓക്കെ ആണല്ലോ? സോ നമ്മുടെ സെക്കൻഡ് വലിയൊരു ഭാഗം നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് കയറുന്നത് സിലബസിലെ അടുത്ത കാര്യമാണ്. ഇറ്റ് ഇസ് അബൌട്ട് ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ പി ബ്ലോക്ക് എലമെന്റ്സ്. ദാറ്റ് ഈസ് ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് 13 to 18 ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. നോക്കിക്കേ, യെസ്, ദ കെമിക്കൽ റിയാക്ടിവിറ്റി. ഈ കെമിക്കൽ റിയാക്ടിവിറ്റി കൊണ്ട് എന്തൊക്കെയാ മക്കളെ ഉദ്ദേശിക്കുന്നത്? കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ദ റിയാക്ഷൻസ് ഓഫ് എലമെന്റ്സ്. നമ്മുടെ ആ 13 തൊട്ട് 14 വരെയുള്ള 13 തൊട്ട് 18 വരെയുള്ള ഓരോ എലമെന്റുകളുടെയും റിയാക്ഷനുകളെ പറ്റിയിട്ടാണ് നമുക്ക് ഈ കെമിക്കൽ റിയാക്ടിവിറ്റി. അവരെങ്ങനെയാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്? അതായത് ഓക്സിജനുമായിട്ട് നോക്കണം, നമുക്ക് ഹൈഡ്രജനുമായിട്ട് നോക്കണം, നമുക്ക് ഹാലജൻസുമായിട്ട് നോക്കണം, ദെൻ മെറ്റൽസുമായിട്ട് നോക്കണം, വാട്ടറുമായിട്ട് നോക്കണം. ഇവരിലെല്ലാവരുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? കെമിക്കൽ റിയാക്ടിവിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത്. സെറ്റാണല്ലോ? ഓക്കെ ആണേ? അപ്പൊ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സിലോട്ട് നമുക്ക് പോവാലോ. യെസ്, വി ആർ മൂവിങ് ടു ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. അതിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് 13 നമ്മുടെ ബോറോൺ ഫാമിലിയാണ്. നമ്മൾ എല്ലായിടത്തും അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അതെ, 13ാമത്തെ ഗ്രൂപ്പായ നമ്മുടെ ബോറോൺ ഫാമിലി, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം അല്ലെ, ബോറോൺ, അലൂമിനിയം ഗ്യാസുകൾ ഇന്ത്യ തള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അപ്പൊ ബോറോൺ ഫാമിലിയിലെ കെമിക്കൽ റിയാക്ടിവിറ്റി, അറ്റോമിക് പ്രോപ്പർട്ടിയിലും നമ്മൾ ആദ്യം പഠിച്ചത് ബോറോൺ ഫാമിലിയാണ്. ഇപ്പൊ കെമിക്കൽ റിയാക്ടിവിറ്റിയിലും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നു ബോറോൺ ഫാമിലിയാണ്. സോ ബോറോൺ ഫാമിലി ഫസ്റ്റ് നമുക്ക് കെമിക്കൽ റിയാക്ടിവിറ്റി പഠിക്കാനുള്ളത് എയറുമായിട്ടുള്ള റിയാക്ടിവിറ്റിയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. നോക്കിക്കേ, നമ്മള് നൈട്രജനുമായിട്ട് നമ്മുടെ ആ ഒരു മെറ്റലിനെ റിയാക്ട് ചെയ്യുന്നു. ഏതൊരു 13 ഗ്രൂപ്പിലുള്ള എലമെന്റും ആയിക്കോട്ടെ, നമുക്ക് എന്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈട്രൈഡുകൾ കിട്ടും. ബോറോൺ നൈട്രൈഡ്, അലൂമിനിയം നൈട്രൈഡ് ഒക്കെ നമുക്ക് കിട്ടുന്നു. ഇനി ഓക്സിജനുമായിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? യെസ്, ഇ എന്ന് പറയുന്നത് +3 ആണ്, O -2 ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് E2O3 എന്നുള്ള ഫോർമുലയിലാണ് നമുക്ക് ഓക്സൈഡുകൾ കിട്ടുന്നത്. ഇനി നോക്കിക്കേ, എന്താണ് ഈ ഓക്സൈഡുകളുടെ പ്രത്യേകത? ബോറോണിന്റെ ഓക്സൈഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മക്കളെ നോക്കിക്കേ, ബോറോണിന്റെ ഓക്സൈഡ് പ്രത്യേകത എന്ന് പറയുന്നത് അവര് അസിഡിക് ആയിരിക്കും. ഇത് ചോദിക്കുന്നതാണ്. ബോറോണിന്റെ ഓക്സൈഡുകൾ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. ദെൻ അലൂമിനിയത്തിന്റെയും ഗാലിയത്തിന്റെയും ഓക്സൈഡ് എന്ന് പറയുന്നത് ആംഫോട്ടറിക് നേച്ചർ ആയിരിക്കും. ഇനി ഇൻഡിയവും താലിയത്തിന്റെയും നേച്ചർ എങ്ങനെയാണ്? അവർക്ക് ബേസിക് നേച്ചർ ആണ്. ഓക്കെ, സോ ഓക്സൈഡ് ഓഫ് ബോറോൺ എന്ന് പറയുന്നത് അസിഡിക് ആണ്.
അതായത് നമ്മുടെ അലൂമിനിയം ഗാലിയം ആംഫോട്ടറിക് ആണ്. ലാസ്റ്റ് നമ്മുടെ ഇൻഡിയവും ഗാലിയവും എന്താണ്? ഇറ്റ് ഈസ് ബേസിക് നേച്ചർ ആണ്. സോ ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കേ, ആസിഡുമായിട്ടും ബേസുമായിട്ടും ഉള്ള റിയാക്ഷൻ നമ്മൾ കെമിക്കൽ റിയാക്ടിവിറ്റിയിലെല്ലാം പഠിക്കണം അല്ലേ? സോ ആസിഡ്സുമായിട്ടും ബേസുമായിട്ടും നമ്മുടെ ബോറോൺ ഫാമിലിയിലുള്ള എലമെന്റുകൾ ഓരോന്നും റിയാക്ട് ചെയ്താൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കിക്കേ. വിത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്, ആസിഡുകളും ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും മക്കളെ? ബോറോൺ എന്ന് പറയുന്ന ആൾ, അതൊരു നോട്ടായിട്ട് നോക്കി വെച്ചേക്കാം. ബോറോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത്, ഈ ആസിഡുമായിട്ടോ ബേസുമായിട്ടോ ഒന്നും ആര് റിയാക്ട് ചെയ്യത്തില്ല? നമ്മുടെ ബോറോൺ റിയാക്ട് ചെയ്തില്ല. ബോറോൺ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ബേസ്. പക്ഷെ അലൂമിനിയം എന്ത് ചെയ്യാറുണ്ട്? ഇവര് രണ്ടുപേരുമായിട്ടും, ആസിഡുമായിട്ടും അതേപോലെ തന്നെ ബേസുമായിട്ടും റിയാക്ട് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ അലൂമിനിയം എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം അലൂമിനിയം HCl ആയിട്ട് ചേർന്നു. Al plus HCl gives Al3 plus Cl minus ആയിട്ടൊക്കെ മാറും. എന്നിട്ട് അവിടെ നമുക്ക് ആരെ കിട്ടും? ഹൈഡ്രജൻ ഗ്യാസിനെ അവിടെ ലിബറേറ്റ് ചെയ്യും. ചോദിക്കാം, അലൂമിനിയം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഏത് ഗ്യാസ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെയാണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഹൈഡ്രജൻ നമ്മുടെ ബേസുമായിട്ട് റിയാക്ട് ചെയ്താലും അവിടെ ഏത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അലൂമിനിയം നോക്കിക്കേ, അലൂമിനിയം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഇപ്പൊ കോൺസെൻട്രേറ്റഡ് H2SO3 ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്താല് ഓക്കെ നോക്കിക്കേ, അലൂമിനിയം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് HNO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അവിടെ പാസിവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ്. അതായത് ഈ മെറ്റൽ സർഫസ് ഉണ്ടല്ലോ, മെറ്റൽ സർഫസ് ഇനർട്ട് ആവും. മെറ്റൽ സർഫസ് എഴുതാം, മെറ്റൽ സർഫസ് become inert due to the protective layer formation അവിടെ നടക്കും. due to formation of protective oxide layer ഫോം ചെയ്യുന്ന കാരണം ആ മെറ്റൽ സർഫസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇനർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ അതാണ് ആസിഡ് ആൻഡ് ബേസും ആയിട്ടുള്ള നമ്മുടെ 13th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ റിയാക്ഷൻസിൽ എടുത്തു പറയാനുള്ളത്. ഇനി നോക്കിക്കേ, ഹാലജൻസുമായിട്ടുള്ള റിയാക്ഷൻ ആണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. വിത്ത് ഹാലജൻസ്, ഓക്കെ, മോളിക്കുലർ ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ നമ്മുടെ മെറ്റൽ എന്ന് നമ്മൾ എടുക്കുന്നു, ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഏത് ഫോമിലാവും? EX3 എന്നുള്ള +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, EX3 എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അത്രയൊക്കെ അവിടെ പറയാനുള്ളൂ. സോ 13th ഗ്രൂപ്പിലെ കെമിക്കൽ റിയാക്ഷൻസ് ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 14th ഗ്രൂപ്പിലെ കെമിക്കൽ റിയാക്ഷൻസിലോട്ട് പോവാം. 14th ഗ്രൂപ്പ് ആണ്. 14th ഗ്രൂപ്പിലെ കെമിക്കൽ റിയാക്ഷൻസ് ഗ്രൂപ്പ് 14th ഗ്രൂപ്പിലെ കെമിക്കൽ റിയാക്ഷൻസ് നോക്കാം. ഏതാണ് 14th ഗ്രൂപ്പ് എന്ന് പറയുന്നത്? യെസ്, നമ്മുടെ കാർബൺ ഫാമിലിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ് അല്ലെ? കോഡൊക്കെ ഓർമ്മയുണ്ടല്ലോ, കെമിസ്ട്രി സാറിന്റെ കോഡൊക്കെ കൊടുത്ത് വെച്ചാൽ മതി. സോ നമുക്ക് അവിടുത്തെ 14th ഗ്രൂപ്പ് നമ്മുടെ കാർബൺ ഫാമിലിയിലെ ഫസ്റ്റ് നമ്മുടെ റിയാക്ഷൻ ചെയ്യുന്നത് ഓക്സിജനുമായിട്ടാണ്. സോ നമ്മുടെ മെറ്റല് നമ്മുടെ ഓക്സിജനുമായിട്ട്, മോളിക്കുലർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ നമുക്ക് മോണോക്സൈഡ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഡയോക്സൈഡ് ഫോമുലയിൽ നമുക്ക് കിട്ടും. EO അല്ലെങ്കിൽ EO2 ആയിരിക്കും അവരുടെ ജനറൽ. എക്സാമ്പിൾ ഇപ്പൊ EO ഈ കാർബൺ മോണോക്സൈഡ്, സിലിക്കൺ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഫോമുലയിൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കിട്ടും SiO2, അതേപോലെ കാർബൺ ഡയോക്സൈഡ്. ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് അല്ലെ? സോ ഇനി ഓക്സൈഡ്സ് ഓഫ് 14th ഗ്രൂപ്പ് എലമെന്റ്സ്, അതായത് 13th ഗ്രൂപ്പില് ഏതൊക്കെയാണ്? അവരുടെ ആസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ 14th ഗ്രൂപ്പിലെ ഓക്സൈഡുകൾ ഫസ്റ്റ് വരുന്നത് നമ്മുടെ കാർബൺ അല്ലേ? സോ കാർബണിന്റെ ഓക്സൈഡ് എങ്ങനെയായിരിക്കും? ഓക്സൈഡ് ഓഫ് കാർബണും അതേപോലെ സിലിക്കണും അതേപോലെ ജെർമേനിയവും അസിഡിക് നേച്ചർ ആണ്. ഏതാണ്? അസിഡിക് നേച്ചർ ആണ്. ഇനി ലാസ്റ്റ് നമ്മുടെ ടിന്നും ലെഡും പ്രത്യേകത എന്താണ്? അവർക്ക് ആംഫോട്ടറിക് നേച്ചർ ആണ്. ഇത് ചോദിക്കുന്നതാണ്. ഓക്സൈഡ്സ് ഓഫ് നമ്മുടെ 14th ഗ്രൂപ്പ് ഒക്കെ ചോദിക്കുന്നതാണ്. സോ കാർബൺ, സിലിക്കൺ ആൻഡ് ജെർമേനിയം അസിഡിക് ആണ് ഓക്സൈഡുകൾ. അതേപോലെ ടിന്നും ലെഡും ഏതാണ്? ആംഫോട്ടറിക് നേച്ചർ ആണ്. സോ ഈ ആംഫോട്ടറിക് ഏതൊക്കെ വരും? ആംഫോട്ടറിക് ഓക്സൈഡുകളാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഏതൊക്കെയാണ് ആംഫോട്ടറിക് ഓക്സൈഡുകളുടെ കൂട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നവരെ ഒന്ന് നോട്ട് ചെയ്ത് ഏതൊക്കെ എഴുതാൻ പറ്റും? സിങ്കിന്റെ ഓക്സൈഡ്, ദെൻ അലൂമിനിയത്തിന്റെ ഓക്സൈഡ്, ദെൻ ആർസെനിക്, ടിന്ന്, ഓക്കെ, ദെൻ ലെഡ്, ബെറിലിയം, ഗാലിയം, ക്രോമിയം. ഇവരൊക്കെ ഏതിനടുത്ത് വിടുന്നവരാണ്? ആംഫോട്ടറിക് ഓക്സൈഡുകളാണ്. ഇത് ഈ ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിലും
കോമൺ ആയിട്ടൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ആംഫോട്ടറിക് ഓക്സൈഡുകളാണ് ചോദിക്കുന്നതാണ് കേട്ടോ. ഇവരെല്ലാം ആംഫോട്ടറിക് ഓക്സൈഡുകളാണ്. സോ ഇവരുടെ എല്ലാ ഓക്സൈഡുകളെ നമുക്ക് +2 സ്റ്റേറ്റിൽ, ക്രോമിയം +3 സ്റ്റേറ്റിൽ. ഓക്കെ, അവരെല്ലാം എന്താണ്? ആംഫോട്ടറിക് നേച്ചർ ആണ്. സോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യുന്നു മനസ്സിലായല്ലോ. ഓക്കെ, സെറ്റ് ആണ്. അവരുടെ നേച്ചർ ആണ് പ്രധാനമായിട്ട്. ആസിഡിക് നേച്ചർ ആണോ, ആംഫോട്ടറിക് ആണോ, ബേസിക് ആണോ, ഇതൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. നമ്മുടെ 14th ഗ്രൂപ്പിലെ നമ്മുടെ കാർബൺ ഫാമിലി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ സംഭവം ഇറ്റ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ഇൻ ഇറ്റ്സ് ലിക്വിഡ് ഫോം, അതിന്റെ ലിക്വിഡ് ഫോമിൽ എന്ത് ചെയ്യുന്നില്ല? റിയാക്ട് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് വിൽ റിയാക്ട് ഇൻ ഇറ്റ്സ് സ്റ്റീം. സ്റ്റീമുമായിട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റിയാക്ട് ഇൻ അല്ലെങ്കിൽ വിത്ത് സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും. അതായത് H2O ഗേഷ്യസ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യാറുണ്ട്? റിയാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അടുത്ത എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്, എക്സാമ്പിൾ നമ്മുടെ ടിന്നും സ്റ്റീമുമായിട്ട് വാട്ടർ ഗേഷ്യസ് ഫോമിൽ മാത്രമേ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞു. റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു? SnO2 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു. പക്ഷെ ലെഡ് എന്ത് ചെയ്യില്ല? ലെഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. എന്താണ് കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് ലെയർ ഓക്സൈഡ്. നമ്മൾ നേരത്തെയും പഠിച്ചത് അതേപോലത്തെ അല്ലെ, പ്രൊട്ടക്റ്റീവ് ലെയർ ഫോർമേഷൻ കാരണം എന്ത് റിയാക്ട് ചെയ്യുന്നില്ല? ലെഡ് റിയാക്ട് ചെയ്യുന്നില്ല. ഓക്കെ ആണ്. സോ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ കഴിഞ്ഞു. ദെൻ നമുക്ക് ആദ്യമായിട്ടാണ് റിയാക്ട് ചെയ്യാനുള്ളത് യെസ് വിത്ത് ഹാലജൻസ്. നമ്മുടെ മെറ്റല് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒന്നുകിൽ EX2 ഫോം അല്ലെങ്കിൽ EX4 ഫോം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി EX2 ഫോം എന്ന് പറയുമ്പം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. EX4 ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും അല്ലെ. ഓക്കെ, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. സോ ഇനി നോക്കിക്കേ, കൊവാലന്റ് നേച്ചർ. എല്ലാ EX4 എന്തായിരിക്കും? EX4 നേച്ചറിലുള്ളവരെല്ലാവരും തന്നെ 14th ഗ്രൂപ്പിലെ കൊവാലന്റ് നേച്ചർ ആണ്. പക്ഷെ അവിടെയും എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ലെഡിൻ്റെതും അതേപോലെ ടിന്നിൻ്റെതും അയോണിക് ആണ്. അയോണിക് നേച്ചർ ആണ്. എന്താ കാരണം? ഇറ്റ് ബിക്കോസ് ഓഫ് ദ സ്മോൾ സൈസ്. അതിന്റെ ആനയോണിന്റെ സ്മോൾ സൈസ് കാരണം അവരെന്താണ്? അയോണിക് നേച്ചർ ആണ്. ബാക്കി എല്ലാവരും വരുന്നത് ഏതാണ്? കൊവാലന്റ് നേച്ചർ ആണ്. ഇനി ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇവരുടെ സ്റ്റെബിലിറ്റി ഓർഡറിനെ പറ്റി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് MX2ന്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഏറ്റവും കുറവാർക്കാണ്? കാർബൺ ആണ്. ദെൻ വന്നിട്ട് നമ്മുടെ സിലിക്കൺ, ദെൻ നമ്മുടെ ആരാണ്? ജെർമേനിയം, ദെൻ നമ്മുടെ ടിൻ, ആൻഡ് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ആർക്കാണ്? നമ്മുടെ ലെഡിനാണ്. ഓക്കെ, അതുപോലെ PbI4 എന്ന് പറയുന്ന ഒരാളുണ്ടോ? PbI4 എന്നൊരാൾ എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു എക്സെപ്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ എപ്പോഴും വരാറുള്ള ടൈപ്പ് ഒക്കെയാണ്. സോ ഇതാണ് നമ്മുടെ 14th ഗ്രൂപ്പിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റിയെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് 15ലേക്ക് പോയാലോ? ഗ്രൂപ്പ് 15 ആരാണ്? നമ്മുടെ നൈട്രജൻ ഫാമിലി. ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലിയുടെ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് ഒറ്റയടിക്കുന്ന സ്ട്രെച്ചിൽ പറയാം. സോ അവര് ആദ്യം ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷൻ വിത്ത് H2. ഹൈഡ്രജനുമായിട്ട് എങ്ങനെയാണ്? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 15th ഗ്രൂപ്പിലുള്ളവര് ഏതായിരിക്കും അവരുടെ ഫോം ചെയ്യുന്നത്? ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യും അല്ലേ. E+H2 EH3 ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ NH3 അല്ലേ, PH3, ASH3, അതുപോലെ SbH3, ബിസ്മത്ത് ഹൈഡ്രൈഡുകൾ, ഇങ്ങനെ EH3 ആയിരിക്കും അവരുടെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്, ജനറൽ ആയിട്ടുള്ള മോളിക്കുലർ ഫോമുല. അത് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ഇനി അവര് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ വിത്ത് ഓക്സിജൻ E+O2 എന്ത് ഫോം ചെയ്യാം? ഓക്സൈഡുകൾ ഒന്നെങ്കിൽ E2O3 അല്ലെങ്കിൽ E2O5 അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനനുസരിച്ച് അല്ലെ. E2O5 എന്ന് പറയുമ്പോൾ അവിടെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, E2O3 എന്ന് പറയുമ്പോഴോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടുത്തെ ഓക്സൈഡുകൾ നോക്കിക്കേ, ഓക്സൈഡ്സ് ഓഫ് 15th ഗ്രൂപ്പ് അവരുടെ പ്രത്യേക അസിഡിക് ആണോ ബേസിക് ആണോ? നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും എന്താണ്? അസിഡിക് നേച്ചർ ആണ്. ഈ ആർസെനിക്കും നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ, ആർസെനിക്കും ആന്റിമണിയുടെയും കാര്യം നമ്മൾ പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും എന്താണ് കോമൺ ആയിട്ട് നമ്മൾ ആംഫോട്ടറിക്കിന്റെ എക്സാമ്പിൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ ബിസ്മത്തിന് ഏത് നേച്ചർ ആണ്?
ബി എന്ന് ഓർത്ത് വെച്ചാൽ ഈ ബിസ്മത്തിന് ബേസിക് നേച്ചർ ആണ്. സോ ഓക്സൈഡ്സ് ഓഫ് 15th ഗ്രൂപ്പ് നോക്കുമ്പോൾ നൈട്രജനും ഫോസ്ഫറസും നമ്മുടെ അസിഡിക് നേച്ചർ ആണ്, ആർസനിക്കും ആന്റിമണി ആംഫോട്ടറിക് നേച്ചർ ആണ്, ബിസ്മത്ത് വന്നിട്ട് ബേസിക് നേച്ചർ ആണ്. ഇതാണ് ആരുമായിട്ടുള്ള റിയാക്ഷന്റെ എക്സാമ്പിൾസ്, നമ്മുടെ ഓക്സിജനുമായിട്ടുള്ള വിത്ത് O2 ആയിട്ടുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് NOയും N2Oയും എന്നൊക്കെ പറയുന്നത് ന്യൂട്രൽ ആണേ, അതൊക്കെ ഒന്ന് പോയിന്റ് ഓർത്ത് വെച്ചേക്കാണ്. ഇവര് രണ്ടുപേരും എന്താണ്, ന്യൂട്രൽ ആണ്. ഓക്കെ, സോ ഇനി നോക്കിക്കേ, വിത്ത് ഹാലജൻസുമായിട്ടുള്ള റിയാക്ഷൻ എന്ത് പറ്റും, നമ്മുടെ മെറ്റലും ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ EX3 അല്ലെങ്കിൽ EX5 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? ഇനി ഇതിനകത്ത് NX5 എന്ന് പറയുന്ന നേച്ചർ ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവരൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ടാ കാരണം? ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റലിന്റെ ആബ്സെൻസ് ആണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മള് NX5 എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് എന്താണ് കാരണം? ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ആണ് കാരണം. ഇനി NX3 എന്നുള്ളത്, NX3 എന്നുള്ളതിൽ ആകെ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ഫ്ലൂറൈഡിന്റെ NF3 മാത്രമേ ഉള്ളൂ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ, അതായത് നമ്മുടെ NCl3 ആയാലും ഇപ്പോ NBr3, അതുപോലെ തന്നെ നമ്മുടെ അടുത്താരാണ് Ni3, ഇവരെല്ലാം തന്നെ എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇവരെല്ലാം അൺസ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ഇവരെല്ലാം എക്സ്പ്ലോസീവുമാണ്, ഹൈലി എക്സ്പ്ലോസീവുമാണ്. ആകെ ഇതിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ NF3 മാത്രമേ ഉള്ളൂ ഹാലൈഡ് ഫോം ചെയ്യുമ്പം സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആണ്. ഇനി മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ 15th ഗ്രൂപ്പ് എലമെന്റ്സ് മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്താൽ അവര് നൈട്രൈഡ്, ഇപ്പൊ നൈട്രജൻ ആണെങ്കിൽ നൈട്രൈഡുകൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് N3- അല്ലെങ്കിൽ ഫോസ്ഫൈഡ് P3- അല്ലെങ്കിൽ ആർസനൈഡ് AS3- അല്ലെങ്കിൽ എന്താണ് SB3-, SB3-, അതായത് അവര് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ E3- ആയിരിക്കും അവര് കറസ്പോണ്ടിങ്ലി ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോ എന്താണ്? നൈട്രൈഡ്, ഫോസ്ഫൈഡ്, ആർസനൈഡ്, ആന്റിമോണൈഡ്, അങ്ങനെ അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള E3- ഫോം ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ നമ്മളിപ്പം 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ പഠിച്ചു. ഇനി 15th ഗ്രൂപ്പ് എലമെന്റ്സിൽ കോമൺ ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്, അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മള് NX5 എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് എന്താണ് കാരണം? ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ആണ് കാരണം. ഇനി NX3 എന്നുള്ളത്, NX3 എന്നുള്ളതിൽ ആകെ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ഫ്ലൂറൈഡിന്റെ NF3 മാത്രമേ ഉള്ളൂ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ, അതായത് നമ്മുടെ NCl3 ആയാലും NBr3 ആയാലും NCl3 ആയാലും ഇപ്പോ NBr3, അതുപോലെ തന്നെ നമ്മുടെ അടുത്താരാണ് Ni3, ഇവരെല്ലാം തന്നെ എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഇവരെല്ലാം അൺസ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ഇവരെല്ലാം എക്സ്പ്ലോസീവുമാണ്, ഹൈലി എക്സ്പ്ലോസീവുമാണ്. ആകെ ഇതിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ NF3 മാത്രമേ ഉള്ളൂ ഹാലൈഡ് ഫോം ചെയ്യുമ്പം സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആണ്. ഇനി മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ 15th ഗ്രൂപ്പ് എലമെന്റ്സ് മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്താൽ അവര് നൈട്രൈഡ്, ഇപ്പൊ നൈട്രജൻ ആണെങ്കിൽ നൈട്രൈഡുകൾ ഫോം ചെയ്യും. ദാറ്റ് ഈസ് N3- അല്ലെങ്കിൽ ഫോസ്ഫൈഡ് P3- അല്ലെങ്കിൽ ആർസനൈഡ് AS3- അല്ലെങ്കിൽ എന്താണ് SB3-, SB3-, അതായത്
അവര് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ E3- ആയിരിക്കും അവര് കറസ്പോണ്ടിങ്ലി ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോ എന്താണ് നൈട്രൈഡ്, ഫോസ്ഫൈഡ്, ആർസിനൈഡ്, ആന്റിമോണൈഡ്, അങ്ങനെ അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള E3- ഫോം ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മളിപ്പം 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ പഠിച്ചു. ഇനി 15th ഗ്രൂപ്പ് എലമെന്റ്സിൽ കോമൺ ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതാണ് നമുക്ക് അടുത്ത നോക്കാനുള്ളത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് 15ന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ കൂടി നമുക്ക് നോക്കാം. അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി പഠിക്കാനുള്ള some important points. Okay, നോക്കിക്കേ, some important points related to the oxidation state of group 15. Group 15 elementsന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കിനി പഠിക്കാനുണ്ട്. ഓക്കെ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഗ്രൂപ്പ് 15 എന്ന് പറയുന്നത് -3 വരാം, +3 വരാം, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം. അപ്പോൾ നമ്മൾ ടോപ്പ് ടു ബോട്ടം നോക്കുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യാണ്? മെറ്റാലിക് ക്യാരക്ടർ ടോപ്പ് ടു ബോട്ടം ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഇറ്റ് ഹാവ് എ ടെൻഡൻസി ടു ഷോ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ളൊരു ടെൻഡൻസി ആർക്കുണ്ട്? നമ്മുടെ ഗ്രൂപ്പ് 15 എലമെന്റ്സിന് ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് -3 ഡിക്രീസസ്. ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നോക്കിക്കേ, +5 സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, +3 സ്റ്റെബിലിറ്റി ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിച്ചതാണല്ലേ, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മുടെ NX5 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? NF5 എന്ന് പറയുന്നത് ഇല്ല. എന്താണ് കാരണം? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസിന്റെ ആബ്സെൻസ് ആണ് അതിന്റെ കാരണം. NX5 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, നൈട്രജൻ ഷോ ഓൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫ്രം +1 to +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് ഓക്സൈഡ്സ്. അത് +1 തൊട്ട് +2 വരെ കാണിക്കുന്നത്. ഇപ്പോൾ N2O എന്ന് പറയുമ്പോൾ അവിടെ +1 കാണിക്കുന്നുണ്ട്, NO എന്ന് പറയുമ്പോൾ അവിടെ +2 കാണിക്കുന്നുണ്ട്. N2O3 എത്രയാണ്? +3 ആണ്. NO2 എത്രയാണ്? +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. N2O4 +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കുന്നുണ്ട്. അതേപോലെ N2O5 +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇൻ കേസ് ഓഫ് നൈട്രജൻ all oxidation state from +1 to +4 tend to ഡിസ്പ്രപ്പോർഷനേറ്റിനുള്ള ടെൻഡൻസീസ് അവർ കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവരൊരു ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നാലല്ലേ അവർക്ക് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യാനും ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത് പോകാനും പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫോസ്ഫറസിന്റെ കാര്യം. ഫോസ്ഫറസിനും എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? ഇറ്റ് ഓൾസോ ഷോ ദ ഡിസ്പ്രപ്പോർഷനേഷൻ ദാറ്റ് ഇസ് ഇന്റർമീഡിയറ്റ് ഇൻറ്റു +5 to +5 ആൻഡ് -3 ആ ഒരു വേരിയബിലിറ്റി അവർക്ക് കാണിക്കാൻ പറ്റും. ഇനി on moving down the group the stability of +3 oxidation state increases because of the inert pair effect. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ +3 oxidation state of arsenic, antimony and bismuth is more compared to the nitrogen and phosphorus. ക്ലിയർ ആണ്? എന്താണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഈസ് only because of the inert pair effect ആണ് അതിനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണേ, സെറ്റാണ്. ഇനി നോക്കിക്കേ, ഓക്കെ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്തേണ്ടതുണ്ട്. അതായത് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഫോസ്ഫറസ് അതിൻ്റെ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കുന്നുണ്ട്. ആ ഡിസ്പ്രപ്പോർഷനേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കേണ്ടേ. അതൊരു സ്ലൈഡിലേക്ക് മിസ് കാണിച്ചു തരാം. ആ ഒരു ഡിസ്പ്രപ്പോർഷനേഷൻ്റെ റിയാക്ഷൻ നോക്കിക്കേ, H3PO2 നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം H3PO4 +PH3 കിട്ടും. അതേപോലെ നെക്സ്റ്റ് നമ്മുടെ H3PO3 നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം H3PO4 PH3 നമുക്ക് കിട്ടും. ഇവിടെ H3PO2 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഇവിടെ H3PO4 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. PH3 -3 ആണ്. അതാണ് +5 to +5 ആൻഡ് -3 ഒരു വേരിയബിലിറ്റി കാണിക്കുന്നു എന്ന് പറഞ്ഞത്. ഇനി H3PO3 ഫോസ്ഫറസിൻ്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ നമ്മൾ കണ്ടതാണ് +5 ആൻഡ് ഇവിടെ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതാണ് ആ വേരിയേഷൻ കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ,
സോ നെക്സ്റ്റ് നമുക്കിനി പഠിക്കാനുള്ള കെമിക്കൽ റിയാക്ടിവിറ്റി ആരുടെയാണ്? നമ്മുടെ 16ാമത്തെ ഗ്രൂപ്പ് അല്ലേ? 16ാമത്തെ ഗ്രൂപ്പ് ആരൊക്കെയാണ്? നമ്മുടെ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം അല്ലേ? നമ്മുടെ ഓക്സിജൻ ഫാമിലി, ദാറ്റ് ഈസ് ചാക്കോജൻ. അവിടെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. നോക്കിക്കേ, നമ്മുടെ ആരാണോ ഓക്സിജൻ ഫാമിലിയിലുള്ള ആള് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. H2E ആണ് അവർ മേക്ക് ചെയ്ത ഫോർമുല. അതായത് നമ്മുടെ H2O, പിന്നെ H2S, H2SE, H2TE, പിന്നെ പൊളോണിയം. ഓക്കെ ആണല്ലോ. ഇനി ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ എന്താണ്? നമ്മുടെ 16th ഗ്രൂപ്പ് എലമെന്റ്സ്. ചെറിയൊരു കോൾഡ് ഉണ്ടേ. ഓക്കെ, അപ്പൊ 16th ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മുടെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു വിത്ത് O2. അവരൊന്നെങ്കിൽ EO2 ഫോർമുല അല്ലെങ്കിൽ EO3 ഫോർമുലയിലാണ് അവരുടെ ജനറൽ ആയിട്ടുള്ള ഫോർമുലാസ്. അവരെല്ലാവരുടെയും പ്രത്യേകത എന്താണ്? അവരെല്ലാവരും തന്നെ ആസിഡിക് ആണ്. ഇനി സൾഫർ ഡയോക്സൈഡ് തൊട്ട് SO2 തൊട്ട് ടെലൂറിയം ഡയോക്സൈഡ് വരെയുള്ള അവരുടെ റെഡ്യൂസിങ് നേച്ചർ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അതായത് ടെലൂറിയം ഓക്സൈഡ് എന്ന് പറയുന്നത് അവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും അതേപോലെ തന്നെ SO2 എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതാണ് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹാലജൻസും, ഹാലജൻ അല്ലല്ലോ, നമ്മുടെ 16th ഗ്രൂപ്പ് എലമെന്റ് ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും? നോക്കിക്കേ, E+X2 ഗീസ് ഒന്നെങ്കിൽ EX2 അല്ലെങ്കിൽ EX4 അല്ലെങ്കിൽ EX6. EX6 എന്ന് പറയുന്നതിൽ ആകെ EF6 ഫ്ലൂറൈഡിന്റെ മാത്രമേ ഉള്ളൂ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കാരണം എന്തുകൊണ്ടാണ്? ഡ്യൂ ടു എന്താണ്? ഫ്ലൂറിന്റെ സ്മോൾ സൈസ്. ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ. ഫ്ലൂറിന്റെ സ്മോൾ സൈസ് കൊണ്ട് EF6 മാത്രമാണ് എന്ത്? സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നേരത്തെ നമ്മൾ 15th ഗ്രൂപ്പിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ പോലെ തന്നെ 16th ഗ്രൂപ്പിലെയും ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. നോക്കിക്കേ, കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 തൊട്ട് +6 വരെയാണ് പോകുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരുന്തോറും +4ന്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. റീസൺ നമ്മൾ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഇനേർട്ട് പെയർ എഫക്ട്. അതുപോലെ തന്നെ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം താഴേക്ക് വരുന്നതോറും ഡിക്രീസ് ചെയ്യാണ്. ഓക്സിജൻ മെയിൻലി -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ബട്ട് നമ്മൾ പെറോക്സൈഡ് ഒക്കെ കണ്ടതാണ്, എക്സെപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ -2 സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേണ്ടി പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 17, നമ്മുടെ ഹാലജൻ ഫാമിലി. ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. നമ്മുടെ ഹാലജൻ ഫാമിലിയിലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹാലജൻ ഫാമിലി ഫസ്റ്റ് നമുക്ക് ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷൻ E+H2 He, അതായത് HF, HCl, HBr, HI നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഇവരാണ് ഫോം ചെയ്യുന്നത്. ഇനി ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ OF2 അല്ലെങ്കിൽ O2F2 ഇങ്ങനെയൊക്കെ ഉള്ള കോമൺ. ഈ OF2 എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അതുപോലെ O2F2 എന്ന് പറയുന്നത് ഒരു ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ് കേട്ടോ, ഒരു ഫ്ലൂറിനേറ്റിംഗ് ഏജന്റ് ആണ്. ഇനി ബാക്കിയുള്ള നോക്കിക്കേ, ക്ലോറിനും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓരോ കോമ്പൗണ്ട്സ് Cl2O, Cl2O6, Cl2O7, ClO2 ഒക്കെ ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ എന്താണ്? എക്സ്പ്ലോസീവ് ആണ്. അതുപോലെ ബ്രോമിനുമായിട്ടുള്ള റിയാക്ഷൻ ആൻഡ് അയഡിനുമായിട്ടുള്ള റിയാക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, സ്റ്റെബിലിറ്റി ഓഫ് ഓക്സൈഡ്സ് ഓരോന്നിൻ്റെയും ഐക്ക് സ്റ്റെബിലിറ്റി കൂടാനുള്ള കാരണം ഡ്യൂ ടു ദ പുവർ ബോൺസ് ആണ്. ക്ലോറിൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഫോം പൈ ബോൺസ് ആൻഡ് ബ്രോമിൻ ആണെങ്കിൽ ഇറ്റ് ലാക്സ് ഇൻ ബോത്ത്, ദാറ്റ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, സോ അടുത്ത് നോക്കിക്കേ, ഹാലജനുമായിട്ടുള്ള റിയാക്ഷൻ നമുക്ക് എന്ത് കോമ്പൗണ്ട് കിട്ടും? യെസ്, നമുക്ക് ഇന്റർ ഹാലജൻസ് കിട്ടും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാലജൻസിന് ഫോം ചെയ്യാൻ പറ്റുന്നത്? ലാർജ് സൈസ് ആണ് അല്ലേ ഇന്റർ ഹാലജൻസ്. ഓക്കെ, സോ അപ്പോൾ നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഈ ഇന്റർ ഹാലജൻസ് ഫോം ചെയ്യാൻ പറ്റുന്നത്? എന്താണ്? എക്സിന് അവിടെ നമ്മുടെ എടുക്കുന്ന ഹാലജൻ ഇല്ലേ, നമ്മുടെ ഹാലജന് എക്സിന് എന്തായിരിക്കും? ലാർജ് സൈസും എടുക്കുന്ന രണ്ടാമത്തെ ഹാലജൻ എന്ന് പറയുന്നത് സ്മോൾ സൈസും ആയിരിക്കും. ഇനി ഏതൊക്കെ ടൈപ്സ് ഹാലജൻസ്, ഏതൊക്കെ ടൈപ്പ് അവിടെ ഫോം ചെയ്യാൻ പറ്റും? നോക്കിക്കേ, X ഡാഷ് ആണെങ്കിൽ അതിന് ലീനിയർ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും.
ഇനി XX3 ഫോം ആണെങ്കിൽ അതിന് ബെൻഡ് ഷേപ്പ് ആയിരിക്കും. ഇനി X5 ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവർക്ക് സ്ക്വയർ പിരമിഡൽ ആയിരിക്കും അവരുടെ ഷേപ്പ്, സ്ക്വയർ പിരമിഡൽ. ഇനി X7 ആണെങ്കിലോ എന്ത് ഷേപ്പായിരിക്കും? ബൈ പിരമിഡൽ സ്ട്രക്ചർ ആയിരിക്കും, ഷേപ്പ് ആയിരിക്കും അവർക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് അവിടുത്തെ ജനറൽ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു ഗ്രൂപ്പ് 17. നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞതാണ്. എല്ലാത്തിനെയും 15-നും 16-നും 17-നും നമ്മളിനി പറയാൻ പോവാണ്. അപ്പോൾ നോക്കിക്കേ, ഓൾ ഹാലജൻസ് ഷോ -1 ജനറലി കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എന്ത്? -1. പക്ഷെ മൈനസ് തന്നെ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പോസിറ്റീവ്സ് കാണിക്കുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലൊക്കെ കണ്ടതാണ് അല്ലേ? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ക്യാൻ ഓൾസോ ഷോ +1, +3, +5 ആൻഡ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നുണ്ട്. അതേപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ക്യാൻ ഷോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് വിത്ത് ഫ്ലോറിൻ ആൻഡ് ഓക്സിജൻ. ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് ആയ ഫ്ലോറിനും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴൊക്കെ അവർ എന്ത് കാണിക്കുന്നുണ്ട്? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ അവർ കാണിക്കാറുണ്ട്. ഇനി ക്ലോറിൻ ആൻഡ് ബ്രോമിൻ ഓൾസോ ഷോ +4 ആൻഡ് +6 ഇൻ ദയർ ഓക്സൈഡ്സ്. ക്ലോറിനും ബ്രോമിനും എന്ത് കാണിക്കാറുണ്ട്? +4 ആൻഡ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നത് അവരുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആണ്. ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം താഴേക്ക് പോകുന്തോറും അവരുടെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാണ്. നോക്കിക്കേ, റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കുന്നു? അവരുടെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു, അവിടെ റിയാക്ടിവിറ്റി കുറയുന്നു. നെക്സ്റ്റ്, ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ. ഹാലജൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാലജൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഫ്ലൂറിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ ആര് വരും? പിന്നെ ക്ലോറിൻ വരും, പിന്നെ ബ്രോമിൻ വരും, പിന്നെ ആരാണ്? അയഡിൻ വരും. ഇതിൽ നോക്കിക്കേ, ഇതിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഫ്ലൂറിൻ്റെയും ക്ലോറിൻ്റെയും മോളിക്യൂൾ എന്ന് പറയുന്നത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റും, അതേപോലെ ബ്രോമിൻ്റെയും അയഡിൻ്റെയും മോളിക്യൂൾസ് എന്ന് പറയുന്നത് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റുകളുമാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഹാലജൻ ഓക്സിഡൈസസ് ഹാലൈഡ്സ് ഓഫ് ഹയർ അറ്റോമിക് നമ്പർ. ഹാലജൻ എന്ത് ചെയ്യുന്നു? ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ഹാലൈഡ്സിനെ ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കി, F2 + X- ഗീവ്സ് F- + X2 ആയിട്ട് മാറും. ഇവിടെ X എന്ന് പറയുന്നത് ക്ലോറിൻ ആവാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം. അതിൻ്റെ റിയാക്ഷൻസ് ആണ് താഴെ വഴി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്കിനി പഠിക്കാനുള്ളത് എന്താണ്? റിയാക്ഷൻസ് വിത്ത് വാട്ടറുമായിട്ടുള്ള റിയാക്ഷനാണ്. നോക്കിക്കേ, ഫ്ലൂറിനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അവിടെ എന്ത് റിലീസ് ആവുന്നുണ്ട്? O2 അല്ലേ, ഓക്സിജൻ, അവിടെ ഓക്സിജൻ മോളിക്യൂൾ അവിടെ റിലീസ് ആവുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് മനസ്സിലായി? F2 ക്യാൻ ഓക്സിഡൈസസ് വാട്ടർ. F2-ന് വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. F2 ക്യാൻ ഓക്സിഡൈസസ് വാട്ടർ. F2 ക്യാൻ ഓക്സിഡൈസസ് വാട്ടർ എന്ന് മനസ്സിലാവും. ഇനി Cl2-ൻ്റെയും ബ്രോമിൻ്റെയും റിയാക്ഷൻ നോക്കിക്കേ, അവര് Cl2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ അവിടെ ഫോം ചെയ്യുന്നത്? HCl ആൻഡ് HOCl. ദാറ്റ് ഈസ് അതിൻ്റെ ജനറൽ റിയാക്ഷൻ ആണ്. X2 + H2O ഗീവ്സ് HX ആൻഡ് HOX. ഈ HX എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രോഹാലിക് ആസിഡ് എന്ന് നമുക്ക് പറയാം. ഹൈഡ്രോഹാലിക് ആസിഡ് എന്ന് പറയാം. ഇനി HOX എന്താണ്? ഹൈപ്പോഹാലസ് ആസിഡ് ആണ്. ഹൈപ്പോഹാലസ് ആസിഡ്. ആ ജനറൽ ഫോമിലുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ Cl2 + H2O ഗീവ്സ് HCl + HOCl. അതേപോലെ Br2 + H2O ഗീവ്സ് HBr + HOBr. അതിൻ്റെ ജനറൽ റിയാക്ഷൻ. ഇനി അയഡിനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരിക്കും. നോക്കിക്കേ, അതായത് അതിൽ നിന്ന് മനസ്സിലാവും I2 cannot react with water. I2 cannot react with water. I2 cannot react with water. ആ ഒരു റിയാക്ഷൻ അവിടെ പോസിബിൾ അല്ല. എന്നാൽ നമ്മുടെ I- ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ നോക്കിക്കേ. I- + O2 ഗീവ്സ് I2 + O2-. ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? I- can oxidized by ഓക്സിജൻ. ഓക്സിജൻ വെച്ചിട്ട് I- ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് മനസ്സിലാവും. സോ ഇതാണ് റിയാക്ഷൻ വിത്ത് വാട്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇനി നോക്കിക്കേ, നമ്മുടെ 15, 16, 17 ഗ്രൂപ്പ്സിലെ ഹൈഡ്രൈഡ്സിനെ എല്ലാം വെച്ചിട്ട് നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ഹൈഡ്രൈഡ്സ് EH3, H2E 3-ൻ്റെയും 15-ൻ്റെയും 16-ൻ്റെയും 17-ൻ്റെയും ഹൈഡ്രൈഡുകളെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 15 ഗ്രൂപ്പിലെ ഹൈഡ്രൈഡ്സ് ആണ് നമ്മുടെ NH3, PH3, ASH3 ആൻഡ് SbH3. അതേപോലെ 16th ഗ്രൂപ്പാണ് H2O, H2S, H2Se, H2Te. അതിന്റെ ജനറൽ ഫോർമുല സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 17th ഗ്രൂപ്പാണ് നമ്മുടെ HF, HCl, HBr ആൻഡ് HI. ഓക്കെ, സോ
ഇവരുടെ ഓരോ നേച്ചർ നമ്മൾ ഒറ്റ സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോവാണ്. നോക്കിക്കേ, EH ബോണ്ട് ലെങ്ത്, അതായത് നമ്മൾ എടുക്കുന്നത് ഏതാണോ 15th ഗ്രൂപ്പാണോ 16th ഗ്രൂപ്പാണോ 17th ഗ്രൂപ്പാണോ നമ്മൾ E എന്ന് പറഞ്ഞെടുക്കുകയാണ്. അവരുടെ ബോണ്ട് ലെങ്ത് ഗ്രൂപ്പിൽ താഴേക്ക് ടോപ്പ് ടു ബോട്ടം, ഗ്രൂപ്പ് ടോപ്പ് ടു ബോട്ടം ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ കേട്ടോ. ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം ആ ഒരു വേരിയേഷനാണ് നമ്മൾ നോക്കുന്നത്. സോ നോക്കിക്കേ, ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം താഴേക്ക് വരുന്തോറും അവിടെ EH ബോണ്ട് ലെങ്ത് എന്ത് സംഭവിക്കുന്നു? യെസ്, EH ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നോക്കിക്കേ, ബോണ്ട് സ്ട്രെങ്തോ, ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? യെസ്, ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്, ബോണ്ട് സ്ട്രെങ്ത് അവിടെ കുറയുന്നു. നെക്സ്റ്റ് EH ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്താണ്? ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു. സോ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയും ഡിക്രീസസ്, കുറയുന്നു. നെക്സ്റ്റ് വന്നിട്ട് എന്താണ്? തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്? യെസ്, തെർമൽ സ്റ്റെബിലിറ്റി എന്താണ്? ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ഡിക്രീസ് ആണ്. ഇനി H+ ഡൊണേഷൻ ടെൻഡൻസി ഇൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ന്റെ ഡൊണേഷൻ ടെൻഡൻസി എങ്ങനെയാണ്? വളരെ കൂടുതലാണ്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും അത് ഇൻക്രീസ് ചെയ്ത് വരും, ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ അസിഡിക് നേച്ചറിനെ പറ്റിയുള്ള ഇതാണ്. അസിഡിക് നേച്ചർ എങ്ങനെയാണ്? ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ഹൈഡ്രൈഡ്സിന്റെ അസിഡിക് നേച്ചർ ഇൻക്രീസസ്, കൂടുന്നു. അസിഡിക് നേച്ചർ കൂടുന്നു, അപ്പോൾ pKa വാല്യൂ എന്ത് ചെയ്യും? pKa വാല്യൂ കുറയും. ഇനി റെഡ്യൂസിങ് പ്രോപ്പർട്ടി എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഇൻക്രീസസ്. ഓക്കെ, ഇനി മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ഒരു ട്രിക്ക് ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്ത ബോണ്ട് ആംഗിളിന്റെ എങ്ങനെയായിരിക്കും? ബോണ്ട് ആംഗിള് 15th 16th ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്യുന്നു. കാരണം അവരുടെ സെൻട്രൽ ആറ്റത്തിന്റെ സൈസ് വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി ഈ ട്രിക്ക് ഒന്ന് നോക്കാം. ഈ മെൽറ്റിംഗ് പോയിന്റിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ട്രിക്ക് എന്ന് പറഞ്ഞു, അതിനി എന്താണെന്ന് നോക്കാം. അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാനുള്ളത്. നോക്കിക്കേ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ HF, NH3, H2O molecules, extra attraction developed between, hence the melting point and boiling point values are greater than the expectation. അതായത് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് നോർമലി നമുക്ക് എന്ത് മനസ്സിലാക്കാം? നോർമൽ കേസിൽ നോർമലായിട്ട് നമ്മൾ നോക്കുമ്പോൾ മോളിക്കുലാർ വെയിറ്റ് താഴേക്ക് വരുമ്പം കൂടുമ്പം അട്രാക്ഷൻ കൂടണം. അട്രാക്ഷൻ കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന മെൽറ്റിംഗ് പോയിന്റും അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റും എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. പക്ഷെ ഇവിടെ എല്ലാം എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് കാരണം ഇവിടെ ഒരു വേരിയേഷൻ വരും. ആ വേരിയേഷൻ നമുക്ക് പഠിച്ചു വെക്കാനുള്ളൊരു ട്രിക്കാണ് നമ്മൾ മനസ്സിലാക്കി വേണ്ട ഒരു ട്രിക്കാണ്. ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ആ കണ്ടന്റ് കാര്യം എന്തോന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ ആ ട്രിക്കായിട്ട് ആ ഓർഡർ ഒരു ട്രിക്കിലൂടെ പഠിച്ചു വെച്ചിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നോർമലി ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ എന്തിന്റെ പ്രസൻസ് ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേരിയേഷൻസ് വരും. അപ്പോൾ ആ വേരിയേഷൻസ് നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കാം? ആദ്യം നമുക്ക് മെൽറ്റിംഗ് പോയിന്റിന്റെ ട്രിക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം. 1, 1, 2 എന്നുള്ള ട്രിക്കാണ് മെൽറ്റിംഗ് പോയിന്റിന്റെ ട്രിക്ക്. ബോയിലിംഗ് പോയിന്റിന്റെ മാറും. ഇതിപ്പോൾ മെൽറ്റിംഗ് പോയിന്റിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ മെൽറ്റിംഗ് പോയിന്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ 1, 1, 2 എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നോക്കിക്കേ, നമ്മുടെ 15th ഗ്രൂപ്പ് നോക്കുമ്പം ആദ്യം NH3 അല്ലേ? NH3 ആണ്. അയാൾക്കാണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അതായത് അവരുടെ ഓർഡർ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് കേട്ടോ. 1, 2, 3, 4 അതിനനുസരിച്ച് ഞാൻ ട്രിക്ക് അറേഞ്ച് ചെയ്യാൻ പോവാം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്? ഫസ്റ്റ് നമുക്കറിയാം ഗ്രൂപ്പിലെ ഒന്നാമത്തെ ആൾക്ക് പ്രത്യേകതകളുള്ളതാണ്. സോ നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഇനി ആർക്കാണ് വരുന്നത്? അടുത്ത 2ാം സ്ഥാനം നമ്മുടെ ആ ഗ്രൂപ്പിൽ ഏറ്റവും താഴത്തെ ആൾക്ക് വരും. പിന്നെ 3ാം സ്ഥാനം ഇദ്ദേഹത്തിന് വരും. 4ാം സ്ഥാനം ഇദ്ദേഹത്തിന് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ നമ്മുടെ 1, 1, 2 ആണേ കോഡ്. രണ്ടാമത്തെ അങ്ങനെ തന്നെ, ഇയാൾക്ക് 1 ആണ്. ഇയാൾക്ക് 1 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷൻ ആർക്കാണ്? ഇദ്ദേഹത്തിന്. തേർഡ് പൊസിഷൻ ഇദ്ദേഹത്തിന്. ഫോർത്ത് പൊസിഷൻ ഇദ്ദേഹത്തിനാണ്. ഇനി 1, 1, 2 ആണ്. 1, 1, 2 എന്ന് പറയുമ്പോൾ ദാ നമ്മുടെ രണ്ടാമത്തെ ആള് 1, 1, 2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ ആൾക്കാണ് ദാ ഇവിടെ രണ്ടാമത്തെ ആള്. ഇനി ഒന്നാമത്തെ പൊസിഷൻ ആർക്ക് വരും? ഇദ്ദേഹത്തിന് വരും. രണ്ടാമത്തെ പോയി. അപ്പോൾ ഇത് 3, ഇത് 4. ഇങ്ങനെയാണ് ആ കോഡ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കോഡ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നും കൂടെ പറഞ്ഞു തരാം. 1, 1, 2 എന്നുള്ള കോഡ് എന്താണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചിരിക്കണേ. സോ നമ്മൾ മെൽറ്റിംഗ് പോയിന്റിന്റെ കോഡാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു റെഡ് കളറിലോ വേറൊരു കളറിൽ കൊടുക്കാം അല്ലേ? റെഡ് കളറിൽ കിടക്കാം. 1, 1, 2 ആണ് മെൽറ്റിംഗ് പോയിന്റിന്റെ കോഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 15th ഗ്രൂപ്പ് നോക്കുന്നു. ഒന്നാമത്തെ ആൾ 1, 1, 2 എന്നുള്ള കോഡ് നമ്മൾ ഇടുന്നു. ഇനി താഴത്തെ ആൾക്ക് വരും സെക്കൻഡ് പൊസിഷൻ. ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഇയാൾക്കും അതേപോലെ തന്നെ. ഇയാൾക്ക് ഫസ്റ്റ് പൊസിഷൻ H2O ഫസ്റ്റ് പൊസിഷൻ, H2 2U സെക്കൻഡ് പൊസിഷൻ,
H2S is third position and H2S fourth position. ഇനി 1 1 2 ആണ്. അപ്പോൾ എന്താണ് HFന് രണ്ടാം സ്ഥാനമാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം HI, ദെൻ മൂന്നാം സ്ഥാനം HBr, നാലാം സ്ഥാനം വരും HCl. സിമ്പിൾ അല്ലേ? അപ്പോൾ 1 1 2 എന്നുള്ള കോഡ് പഠിച്ചാൽ നിങ്ങൾക്ക് മെൽറ്റിംഗ് പോയിന്റ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതൊരു ട്രിക്കാണ്. ഇനി ഇതേപോലെ നമുക്ക് എന്തിൻ്റെയും പഠിക്കാം, നമ്മുടെ ബോയിലിംഗ് പോയിന്റിൻ്റെ ആ ഒരു ട്രിക്ക് നോക്കാം. ബോയിലിംഗ് പോയിന്റിൻ്റെ ട്രിക്ക്. സോ നോക്കിക്കേ, ബോയിലിംഗ് പോയിന്റിൻ്റെ ട്രിക്കാണ് 2 1 1. ഓക്കെ, മറ്റേതെന്തായിരുന്നു? കോഡ് മറന്ന പോലെ 1 1 2. 1 1 2 എന്തിൻ്റെയാ? മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ബോയിലിംഗ് പോയിന്റിൻ്റെ എന്താണ്? 2 1 1. 112 211 എന്നൊക്കെ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് എഴുതാം. അവിടെ 15th ഗ്രൂപ്പിലെ ഹൈഡ്രേറ്റ്സ് NH3, PH3, ASH3 ആൻഡ് SbH3. നെക്സ്റ്റ് നമ്മുടെ 16th ഗ്രൂപ്പോ H2O, H2S, H2TSE ആൻഡ് ദെൻ H2TE ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ 17th ഗ്രൂപ്പ് എന്ത് വരും? HF, HCl, HBr, HI. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? നമ്മുടെ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കണം. നോക്കിക്കേ, കോഡ് എന്താണ് ബോയിലിംഗ് പോയിന്റിന്റെ? 2 1 1. അപ്പോൾ ഇത് 2, ഇത് 1, ഇത് 1. ഇനി ആർക്ക് വരും ഫസ്റ്റ് പൊസിഷൻ? എന്താ? ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ, സെക്കൻഡ് നമ്മൾ കൊടുത്തല്ലോ, ഇത് ഫോർത്ത് പൊസിഷൻ വരും. ഇവിടെ 1 ഓൾറെഡി നമ്മൾ ഇട്ടു. അപ്പോൾ ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ, ഇത് ഫോർത്ത് പൊസിഷൻ. ഇവിടെയും നമ്മൾ ഓൾറെഡി ഇട്ടു 1. സോ ഇത് സെക്കൻഡ് പൊസിഷൻ, ഇത് തേർഡ് പൊസിഷൻ, ഇത് ഫോർത്ത് പൊസിഷൻ. സിമ്പിളായിട്ട് ഈ കോഡ് വെച്ച് നിങ്ങൾക്ക് പഠിച്ചുകൂടെ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ കോഡ് വെച്ച് നിങ്ങൾക്ക് ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലാസ്റ്റ്, അതായത് നമ്മൾ ആദ്യമേ വിട്ടൊരു ഭാഗമാണ് നമ്മുടെ 18th ഗ്രൂപ്പ്, നമ്മുടെ നോബൽ ഗ്യാസസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു, കെമിക്കൽ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ ഗ്രൂപ്പ് 18ൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ സോ നമുക്കിനി 18th ഗ്രൂപ്പ് എലമെൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം. സോ we are moving to the next topic. It is about the 18th group. 18th ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണം. സോ നോക്കിക്കേ, 18th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? നോബൽ ഗ്യാസസ് ആണ് അല്ലേ? നോബൽ ഗ്യാസ് എലമെന്റ് ആണ്. അതിൽ എക്സെപ്റ്റ് ദ റെഡോൺ ആൻഡ് ഓർഗനിസോൺ ഓൾ അതർ ഒക്കർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉണ്ട്. അവർ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ദേ ആർ നോൺ ആസ് നോബൽ ഗ്യാസസ്. അവരെ നോബൽ ഗ്യാസുകൾ എന്നാണെന്ന് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവരെ നോബൽ ഗ്യാസ് എന്നറിയപ്പെടുന്നത്? because their valence shell is completely filled അല്ലേ? എന്തുകൊണ്ടാണ്? because their valence shell is completely filled. അവരുടെ valence shell completely filled ആണ്. അതുകൊണ്ട് അവർ എന്തറിയപ്പെടുന്നു? they are known as noble gas elements. അതായത് വെരി ലെസ് റിയാക്റ്റീവ് ആണ്. ഏതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? NS2 NP6 വരും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ്? ഹീലിയത്തിന് മാത്രം എക്സെപ്ഷൻ ആണ്. എന്താണ്? 1s2 ആണ് കോൺഫിഗറേഷൻ വരുന്നത്. സോ ക്ലിയർ? ഓക്കെ, സോ അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ പറയുന്നത് ഓർഗനസോൺ എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ എക്സെപ്ഷൻ പറഞ്ഞത് അല്ലേ? ഓർഗനസോൺ എന്ന് പറയുന്നത് ആക്ച്വലി റേഡിയോ ആക്റ്റീവ് ആണ്. അതിൻ്റെ ഹാഫ് ലൈഫ് ഏകദേശം 0.7 മില്ലി സെക്കൻഡ് ആണ്. ഹാഫ് ലൈഫ് 0.7 മില്ലി സെക്കൻഡ് ആണ് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓർഗനസോണിൻ്റെ ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എല്ലാം തന്നെ എന്താണ്? മോണോ ആറ്റോമിക് ആണ്, കളർലെസ്, ഓർഡർലെസ് ആണ്, അതുപോലെ തന്നെ എന്താണ്? ടേസ്റ്റ്ലെസ് ആണ്, സ്പെയറിംഗ്ലി സോലുബിൾ ആണ്, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇതൊക്കെയാണ് കുറവാണ്. ഇനി നോക്കിക്കേ, വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓരോന്നും വേരി ചെയ്യുന്നത് നോക്കിക്കേ. അപ്പം നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മുടെ ഇനേർട്ട് ഗ്യാസ് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അറ്റോമിക് സൈസ് ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ, ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ അറ്റോമിക് സൈസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? അവരുടെ അറ്റോമിക് സൈസ്, യെസ്, അറ്റോമിക് സൈസ് ഇൻക്രീസസ്, അറ്റോമിക് സൈസ് കൂടുന്നു. നെക്സ്റ്റ് വന്നിട്ട് സർഫസ് ഏരിയ. സർഫസ് ഏരിയക്ക് എന്ത് സംഭവിക്കുന്നു? സർഫസ് ഏരിയയും ഇൻക്രീസ്, സർഫസ് ഏരിയയും കൂടുന്നു. അടുത്ത് നോക്കിക്കേ, അയോണൈസേഷൻ എനർജി എന്താണ്? ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ അയോണൈസേഷൻ എനർജി കുറയുന്നു, അയോണൈസേഷൻ എനർജി ഡിക്രീസസ്. നെക്സ്റ്റ് അറ്റോമിക് മാസ്. ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് മാസ് കൂടിക്കൂടി വരികയാണ്, ഇൻക്രീസസ്. ഇനി ഡെൻസിറ്റി എങ്ങനെയാണ്?
അറ്റോമിക് മാസ് കൂടുന്നു, ഡെൻസിറ്റി ഓൾസോ ഇൻക്രീസസ്, ഡെൻസിറ്റിയും കൂടുന്നു. ഇനി മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും താഴേക്ക് വരുന്തോറും എന്താണ്, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യാണ്. ദെൻ സോലുബിലിറ്റി ഇൻ വാട്ടറിൽ ഇടുമ്പോൾ അവരുടെ സോലുബിലിറ്റി എങ്ങനെയാണ്, ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യും. ഇനി ഐഡിയൽ ഗ്യാസ് ക്യാരക്ടറും അതുപോലെ റിയൽ ഗ്യാസ് ക്യാരക്ടറും എങ്ങനെയാണ്, ഐഡിയൽ ഗ്യാസ് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും, റിയൽ ഗ്യാസ് ക്യാരക്ടർ അവർക്ക് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇനി നമുക്ക് എന്ത് നോക്കണം, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കണ്ടേ. സോ ഇവരെന്ന് പറയുന്നത് എന്താണ്, വെരി ലെസ് റിയാക്റ്റീവ് ആണ്. എന്താണ്, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ആര്, നമ്മുടെ നോബൽ ഗ്യാസ് എലമെന്റ് എന്ന് പറയുന്നത്. ഡ്യൂ ടു എന്തുകൊണ്ടാണ് അവർ ലെസ് റിയാക്റ്റീവ് ആയ, അവരുടെ കോൺഫിഗറേഷൻ തന്നെയാണ് അല്ലേ, NS2 NP6 ആണ്. അവർ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ട് ഫുള്ളി ഫിൽഡ് ആയിട്ടിരിക്കുകയാണ്, പിന്നെ അവർ റിയാക്ഷനിൽ പങ്കെടുക്കണോ. സോ ദേ ആർ ലെസ് റിയാക്റ്റീവ് ആണ്. അതുപോലെ നമുക്ക് ഇത് ഒന്നാമത്തെ റീസൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേറൊരു റീസൺ കൂടെ നമുക്ക് പറയാനുണ്ട്. ബിക്കോസ് ഓഫ് വെരി ഹൈ അയോണൈസേഷൻ എനർജി ആൻഡ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അല്ലേ, അവർ ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്നൊരു ഇലക്ട്രോണിനെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും ഹൈ എനർജി അവിടെ പ്രൊവൈഡ് ചെയ്യണം, ഹൈ എനർജി അവിടെ റിക്വയർഡ് ആണ്. സോ ഹൈ അയോണൈസേഷൻ എനർജി ഒരു കാരണമായിട്ട് പറയാം. ഇനി 1900 ഓർത്ത് വെച്ചിരുന്നാൽ മതി, 1962 ആദ്യത്തെ ഇനേർട്ട് ഗ്യാസ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ഇനേർട്ട് ഗ്യാസ് വാസ് ഒബ്സർവ്ഡ്. ഫസ്റ്റ് ഇനേർട്ട് ഗ്യാസ് ഒബ്സർവ് ചെയ്തത്. സോ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് നമ്മുടെ പി ബ്ലോക്കിൻ്റെ സിലബസ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണമായിരുന്നു. അതിനുശേഷം നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ലാസ്റ്റ് നമുക്ക് സെക്കൻഡ് പീരീഡ് എലമെന്റ്സിലെ ഫസ്റ്റ് ആൾക്ക് അല്ലേ, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് ആളുകളുടെ ഉള്ള എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത്, സെക്കൻഡ് പീരീഡ് എലമെന്റുകൾ. അതിനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ഒരു അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത്, എന്തുകൊണ്ടാണ്? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ absence of vacant d orbital. It is because of the absence of vacant d orbital. Vacant d orbitalന്റെ ആബ്സെൻസ് കാരണമാണ്. ഇനി വേറൊരു റീസൺ എന്താണ്, ഫസ്റ്റ് ആണല്ലേ, അപ്പോൾ എന്താണ്, അവർക്ക് സ്മോൾ സൈസ് ആണ്. ഇനി വേറൊരു റീസൺ എന്ന് പറയുന്നത് ഹൈ, ഇതിനകത്ത് തന്നെ വരുന്ന സ്മോൾ സൈസിൽ തന്നെ വരുന്നതാണ് ഹൈ അയോണൈസേഷൻ എനർജി, അതുപോലെ തന്നെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ രണ്ട് റീസൺസും നമുക്ക് ആ സൈസിന്റെ റീസണുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ അനോമലസ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ അവിടുത്തെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ആൻഡ് ഓൾസോ ബിക്കോസ് ഓഫ് ദ സ്മോൾ സൈസ്. ആ സ്മോൾ സൈസിൽ തന്നെ വരുന്ന സബ്പാർട്ടുകളാണ് നമ്മൾ ഈ പറഞ്ഞ ഹൈ അയോണൈസേഷൻ എനർജിയും ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. സെറ്റാണേ, ഓക്കെ ആണേ, മനസ്സിലായി? സോ ഇനി ആ ഓരോ പോയിന്റ്സിനെയും നമുക്ക് വിശദീകരിച്ച് ഓരോ സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് സാധാരണ ഇവിടെ നിന്നും വരുന്നത്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സാധാരണഗതിയിൽ വരുന്ന ഈ അനോമലസ് പ്രോപ്പർട്ടി ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സിൽ നിന്ന് വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നോക്കിക്കേ, ഡ്യൂ ടു സ്മോൾ സൈസ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആർ ഏബിൾ ടു ഫോം പി ടൈപ്പ് മൾട്ടിപ്പിൾ ബോണ്ടുകൾ അവർ ഫോം ചെയ്യും വിത്ത് ഇറ്റ്സെൽഫ് ആൻഡ് ഓൾസോ വിത്ത് അതർ എലമെന്റ്സ്. അതുമായിട്ട് തന്നെയും ഫോം ചെയ്യും, വേറെ എലമെന്റ്സുമായിട്ടും ഫോം ചെയ്യും, ഹാവിങ് സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ. അപ്പോൾ നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ എന്താ അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കാർബണിന് അവരുമായിട്ട് തന്നെ മൾട്ടിപ്പിൾ ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അവരുമായിട്ട് തന്നെ മാത്രമല്ല, വേറെ ആൾക്കാരുമായിട്ടും, ഓക്സിജനുമായിട്ട് പറ്റും, നൈട്രജനുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് പറ്റും. ഇനി നൈട്രജനുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ നൈട്രജനും ഓക്സിജനും, അതേപോലെ ഓക്സിജനും. ഇങ്ങനെ അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട് സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്? പി ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, ഹെവിയർ മെമ്പേഴ്സ്, അതായത് നമ്മുടെ തേർഡ് പീരീഡ് തൊട്ട് അങ്ങോട്ട് ഹെവിയർ മെമ്പേഴ്സ് കൻ ഓൾസോ ഫോം. ഹെവിയർ മെമ്പേഴ്സിന് എന്ത് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്? പൈ ബോണ്ടിങ്ങിനുള്ള എബിലിറ്റി ഉണ്ട്. ബട്ട് ദ ഇൻവോൾവ്സ് ഡി ഓർബിറ്റൽസ്. ആ ഹെവിയറിലേക്ക് പോകുമ്പോൾ എന്തവിടെ ഉണ്ട്? ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പം ഡി പൈ പിയും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, എന്നിരുന്നാലും പി ടൈപ്പ് ഓഫ് ബോണ്ടിങ് എന്ന് പറയുന്നത് ഹെവിയർ എലമെന്റ്സിന്റെ കേസിൽ എന്തല്ല, ദേ ആർ നോട്ട് സ്റ്റേബിൾ അല്ല, അവരുടെ സ്റ്റെബിലിറ്റി ഓർഡർ ആണ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും വീക്കസ്റ്റ് ആണ്, അതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഏറ്റവും വീക്കസ്റ്റ് ആണ് ആൻഡ് ഓൾസോ നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, കാറ്റനേഷൻ പവറിനെ പറ്റിയാണ് പറയുന്നത്. സ്ട്രോങ് കാർബൺ ബോണ്ട് കാറ്റനേഷൻ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും എന്താണ്, ഡിക്രീസ് ചെയ്ത് വരികയാണ് അല്ലേ. ഡിക്രീസ് ചെയ്ത് വരുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കുറവ് വരുന്നത്? നമ്മുടെ PBയുടെ അല്ലേ കാറ്റനേഷൻ പ്രോപ്പർട്ടി. ഇനി
നൈട്രജൻ N2 ഈസ് വെരി ലെസ് റിയാക്റ്റീവ് ടു ദ ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എനർജി, കാരണം അവരെന്താണ് ലെസ് റിയാക്റ്റീവ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആരുടെയാ പറഞ്ഞേക്കുന്നത്? യെസ്, ഡ്യൂ ടു ദ സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പ്രസന്റ് ഇൻ H2 ആൻഡ് ഇറ്റ് ഈസ് ലിക്വിഡ് ബട്ട് H2. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. എന്താണ് ഹൈഡ്രജൻ എന്താണ് H2Oയിൽ ലിക്വിഡ് ആണ്, പക്ഷേ H2S എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. എന്താണ് റീസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. എന്താണ് റീസൺ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം നമുക്ക് എന്ത് പറയാം? H2Sന് എന്താ പ്രത്യേകത? H2Sന്റെ കേസിൽ അവിടെ എന്ത് ആബ്സെൻസ് ആണ്? H ബോണ്ടിങ് ഈസ് ആബ്സെന്റ് ആണ് അല്ലേ? H ബോണ്ടിങ് ഈസ് absent in the case of H2S. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് HF is liquid at room temperature while other halogen halides are gases. അതിനുള്ള റീസൺ എന്താണ്? Yes, it is because of the small size and high electronegativity value of fluorine. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ നിന്ന് വരാം. ഈ അനോമലസ് ബിഹേവിയർ ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എന്നുള്ള ആ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പി ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമ്മൾ എന്തൊക്കെയാണ് അവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൽ നിന്ന് തുടങ്ങി. അവിടെ നമ്മൾ അതിന് മുന്നേ നമ്മൾ പി ബ്ലോക്കിലുള്ള എല്ലാ എലമെന്റുകളെയും പഠിച്ചല്ലേ? പി ബ്ലോക്കിലുള്ള എലമെന്റുകൾ ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15, ഗ്രൂപ്പ് 16, ഗ്രൂപ്പ് 17 ആൻഡ് ഗ്രൂപ്പ് 18 എല്ലാ മെമ്പേഴ്സിനെ നിങ്ങൾ പഠിച്ചു. ആ മെമ്പേഴ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എവിടെ വരുന്നു, അതിനനുസരിച്ച് അതിൻ്റെ പീരിയോഡിക് ടേബിൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറുന്നതും ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിനുള്ള കോഡുകളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ കോഡുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഒട്ടും ടെൻഷൻ അടിക്കുകയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സോ നെക്സ്റ്റ് നമുക്കിനി നോക്കാനുള്ളത് എന്താണ്? നമ്മൾ ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, ഇവരുടെ അറ്റോമിക് ദാറ്റ് മീൻസ് ഫിസിക്കൽ പ്രോപ്പർട്ടി എങ്ങനെയാണ്, അതായത് അറ്റോമിക് സൈസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഡെൻസിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇതെങ്ങനെയാണ് വേരി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓരോ ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വന്നു. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ ഫോം ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് കോമ്പൗണ്ടുകൾ ഇപ്പോൾ സിലബസിൽ പറയുന്നില്ല, കോമ്പൗണ്ടുകൾ നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് പഠിച്ചതാണ് അനോമലസ് ബിഹേവിയർ. സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി തന്നെ ഫോളോ ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ഒരുപാട് കോൺസെപ്റ്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി മനസ്സിലാക്കി സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വരുന്നതാണ് ഇവിടുന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സോ താങ്ക് യു.